ഹായ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ഒപ്റ്റിക്സ് എന്ന പേപ്പറിൽ A6ന്റെ ക്ലാസിക്കൽ ആൻഡ് മോഡേൺ ഒപ്റ്റിക്സ് എന്ന പേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിന്റെ പ്രോബ്ലം സെക്ഷന്റെ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇപ്പോൾ സെക്ഷൻ ബി ഉണ്ട്, സിയും ഡിയും. ഓക്കെ, ഈ മൂന്ന് സെക്ഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ എ നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെക്ഷൻ എ അവിടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു സിലബസ് അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാ യൂണിറ്റുകളും കറക്റ്റ് ആയിട്ട് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, യൂണിറ്റ്സ് നല്ലോണം നോക്കിയതിന് ശേഷം ഈ ഒരു പ്രീവിയസ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ അതായത് ഇന്റർഫറൻസ് എന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ. അപ്പോൾ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇന്റർഫറൻസ് തന്നെയാണ്. അതിന്റെ ഒരു അപ്പാരറ്റസ് അറേഞ്ച്മെന്റും ആ ഒരു ഡയഗ്രം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ ഈ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നമുക്ക് അവിടെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാം. ഇപ്പോൾ സോഡിയം ലൈറ്റിന്റെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് കൂടാതെ തന്നെ നമ്മുടെ ഒരു വേവ് ലെങ്ത്, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ അൺലോൺ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വിത്ത് ആ ഡയഗ്രം തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 2023-ലും 2021-ലും 2019-ലും 2018-ലും ഒക്കെ ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ വർഷം അത് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ തവണ ചോദിച്ചു പറഞ്ഞാൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കാൻ പറ്റും, കാരണം 19-ലും 18-ലും അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഓരോ മോഡ്യൂൾസ് അല്ലെങ്കിൽ ഓരോ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഒരു ഒന്നാണ് ഈ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ. മറ്റേ വരുന്ന ലേസറിലാണ്, ഹീലിയം ലേസർ, റൂബി ലേസർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കുകളാണ്. അതുപോലെ തന്നെ ന്യൂട്ടൺ സ്ട്രിങ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ, ന്യൂട്ടൺ സ്ട്രിങ്. അതുപോലെ തന്നെ ബൈപ്രിസം, നിക്കോൾ പ്രിസം, നമ്മുടെ പോളറൈസേഷൻ ചാപ്റ്ററിൽ വരുന്ന നിക്കോൾ പ്രിസം. അതുപോലെ തന്നെ നമ്മുടെ ലേസറിൽ വരുന്ന ഹീലിയം നിയോൺ ലേസറും ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് എ സോൺ പ്ലേറ്റ്. ഓക്കെ, നമ്മുടെ ഡിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രൻസൽ ഡിഫ്രാക്ഷനിലാണ് സോൺ പ്ലേറ്റുകൾ പഠിക്കുന്നത്. അപ്പോൾ ഫ്രൻസൽ ഡിഫ്രാക്ഷൻ എന്താണെന്ന് അവിടെ അറിയണം. അതുപോലെ തന്നെ സോൺ പ്ലേറ്റിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഈ ഒരു സോൺ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസുമായിട്ട് ഈ ഒരു സോൺ പ്ലേറ്റ് എന്താണ് ബന്ധം, അല്ലെങ്കിൽ എന്താണ് ആ ഒരു കമ്പാരിസൺ വരാൻ കാരണം. അപ്പോൾ അതൊക്കെ എന്തിനാണ് അവിടെ എഴുതണം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോൺവെക്സ് ലെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കോൺവെക്സ് ലെൻസിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്. ഇതൊക്കെ എന്തിനാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. കഴിഞ്ഞ തവണ 2023-ലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഒരു വാട്ട് ഈസ് സോൺ പ്ലേറ്റും കമ്പയർ വിത്ത് എ കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിലാണ് ആ ഒരു സെക്ഷനോട് വരുന്നത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വിത്ത് ഹെൽപ്പ് ഓഫ് എ സപ്പോർട്ടിംഗ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹീലിയം നിയോൺ ലേസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലേസർ ടോപ്പിക്കിൽ ആദ്യം പഠിക്കുന്ന റൂബി ലേസർ ആണ്. ഓക്കെ, അതൊരു സോൾഡ് സ്റ്റേറ്റ് ലേസർ ആണ്, അല്ലെങ്കിൽ സോൾഡ് ആയിരിക്കും എന്റെ ആക്റ്റീവ് മീഡിയം. പക്ഷെ നമ്മൾ സെക്കൻഡ്ലി പഠിക്കുന്നത് ഹീലിയം നിയോൺ ലേസർ. ഓക്കെ, ഹീലിയം നിയോൺ ലേസർ എന്താണ്, അതൊരു 4 ലെവൽ ലേസർ സിസ്റ്റം ആണ്. അത് ഗ്യാസ് ആണ് നമ്മൾ ആക്റ്റീവ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിയോൺ ഗ്യാസ് ആയിരിക്കും നമ്മൾ ആക്റ്റീവ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു ഡയഗ്രാം പ്രത്യേകിച്ച് ഒരു എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡയഗ്രാം നമ്മളോട് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ ആ ഡയഗ്രാം വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഒരു ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പേ ആദ്യം എന്ത് ചെയ്യുക, എന്താണ് ഹീലിയം നിയോൺ ലേസർ. ഓക്കെ, അതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഒരു ബ്രീഫ് ചെയ്തിട്ട് എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഡയഗ്രത്തിൽ ഉള്ളത് അതിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എന്ത് ചെയ്യുക, ആദ്യം എഴുതുക. അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡയഗ്രാം ഒക്കെ അവിടെ നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഡയഗ്രാം വരച്ചിട്ട് പിന്നെ ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ, വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് എസ്ഐ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 23-ലും 21-ലും 20-ലും അടുപ്പിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഹീലിയം നിയോൺ ലേസർ, റൂബി ലേസർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്. അപ്പോൾ ഇവിടെ ഫൈബേഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എഴുതി വെക്കും സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ, രണ്ട് ക്ലാസിഫിക്കേഷൻ മാത്രം എഴുതും. ശരിക്കും അങ്ങനെയല്ല എഴുതേണ്ടത്. ഇത് നമുക്ക് ഡിഫറെന്റ് ബേസിസിൽ, അതായത് എത്രത്തോളം ഇവിടെ ട്രാൻസ്മിഷൻ റേറ്റ് ഉണ്ട്, ബാൻഡ് വിഡ്ത്തിന്റെ ബേസിസിലും അതുപോലെ തന്നെ എത്രത്തോളം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മോണോ മോഡെന്ന് മൾട്ടി മോഡെന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ബേസ്ഡ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ബേസിസിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ എന്നും ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ എന്നും പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ
പ്രൊപ്പഗേഷൻ. ഓക്കെ, നമ്പർ ഓഫ് മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ വെച്ചിട്ട് സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നും മൾട്ടി മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വീണ്ടും ഇതിന്റെ മെറ്റീരിയൽ, ഓക്കെ, എന്ത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്ന ബേസിസിൽ, അതായത് ഗ്ലാസ്, ഓൾ ഗ്ലാസ് ഫൈബേഴ്സ് ഉണ്ട്, ഓൾ പ്ലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ട്, ഗ്ലാസ് കോർ വിത്ത് പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഉണ്ട്, ദെൻ പോളിമർ സിൽക്ക കോട്ടഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. ആ ടെക്സ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ പോയിന്റ്സും, അതായത് ഇതിന്റെ ഓരോ ക്ലാസ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ, ബേസ്ഡ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, ഓരോന്നിന്റെ ബേസിസിൽ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നു എന്ന് വേണം എഴുതാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ട് അവിടെ ഫുൾ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതല്ല ഉദ്ദേശിക്കുന്ന, എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടോ ആ ക്ലാസിഫിക്കേഷൻ എല്ലാം എന്ത് ചെയ്യുക, അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഒരു കാര്യം ഓർക്കുക, ഇത് 15 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ബേസിസിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതില് 23-ലും 22-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അനലൈസ് ദ വർക്കിംഗ് ഓഫ് ഫ്രെൻസൽ ബൈപ്രിസം. നമ്മുടെ ഇന്റർഫറൻസ് എന്ന ചാപ്റ്റർ ബന്ധപ്പെട്ട് വരുന്നതാണ് അനലൈസ് ദ വർക്കിംഗ് ഓഫ് ഫ്രെൻസൽ ബൈപ്രിസം. അപ്പോൾ ബൈപ്രിസം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് എഴുതണം. അതുപോലെ തന്നെ അതിന്റെ തിയറി എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് രണ്ട് വിർച്വൽ സോഴ്സസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒറ്റ സോഴ്സ് വെച്ചാലും അത് എന്ത് ചെയ്യുന്നു, ആ രണ്ട് വിർച്വൽ സോഴ്സസ് ആയിട്ട് അവിടെ വരുന്നുണ്ട്, S1 S2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ഫോം ചെയ്യുന്നു, അതൊക്കെ എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത്. അത് 22-ല് അനലൈസ് ദ വർക്കിംഗ് ഓഫ് ഫ്രെൻസൽ ബൈപ്രിസം എന്ന് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. 20-ലെ ചോദിച്ച ക്വസ്റ്റ്യനിൽ അവിടെ എങ്ങനെ നമുക്ക് ഒരു ലൈറ്റിന്റെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഫ്രെൻസൽ ബൈപ്രിസം യൂസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ വേവ് ലെങ്ത് എങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത് കൂടി എഴുതുക, എന്നാലേ 15 മാർക്ക് കിട്ടുള്ളൂ. ഇല്ല വർക്കിംഗ് ഓഫ് ഫ്രെൻസൽ ബൈപ്രിസം മാത്രമാണെങ്കിൽ അതിന്റെ ഡയഗ്രവും അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 6th ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഡിസ്കസ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആൻഡ് ദ റിസോൾവിംഗ് പവർ. ഇപ്പോൾ 22-ല് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്താണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആ ഒരു തിയറി, അതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിൽ നമ്മുടെ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ചോദിച്ചിട്ടില്ല. നമ്മൾ ലാബിൽ ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ ഇവിടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എന്താണ് ഫ്രണ്ട്സ് ഒരു ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്നാണ് നമുക്ക് ഗ്രേറ്റിംഗ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നത്. ഓക്കെ, ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എൻ സ്ലിറ്റ് ആണ് നമ്മൾ ഗ്രേറ്റിംഗ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്താണെന്ന് അവിടെ എഴുതണം. ഫ്രാൻഹോഫർ ആണ്, ഫ്രെൻസൽ അല്ല. ഓക്കെ, ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്താണെന്ന് എഴുതണം. അടുത്ത് എന്ത് ചെയ്യുക, അവിടെ റെയിലേ ക്രൈറ്റീരിയ ഫോർ റിസോൾവിംഗ് പവർ എന്നൊരു ടേം കൂടി വരുന്നുണ്ട്. ഓക്കെ, ഒരു കണ്ടീഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി എന്താണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഗ്രേറ്റിംഗിന്റെ റിസോൾവിംഗ് പവർ ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്ത് ചോദിച്ചിരിക്കുന്ന മെഷർമെന്റ് ഓഫ് വേവ് ലെങ്ത് ആണ്. ഓക്കെ, 21-ല് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻ കൂടെ അഡീഷണൽ ആയിട്ട് വന്നതാണ് മെഷർമെന്റ് ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ ഒരു ഗ്രേറ്റിംഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ആ ഒരു തിയറിയും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതാണ് 21-ലും 22-ലും ചോദിച്ചത്. ഇവിടെ ഒന്ന് എന്ത് ചെയ്തു, ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് മാത്രം എന്തെന്ന് ചോദിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്ന സമയത്ത് അത് മെഷർമെന്റ് ഓഫ് വേവ് ലെങ്തും കൂടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാതെ നിങ്ങൾ ഒപ്റ്റിക്സ് പേപ്പറിൽ ഒരിക്കലും എക്സാമിനേഷന് പോകല്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ 15 മാർക്കിന്റെ എസ്സേ ഓക്കെ ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡിസ്കസ് ദ പ്രൊഡക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് പ്ലെയിൻ സർക്കുലറി ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, നമ്മുടെ പോളറൈസേഷനുമായി നിക്കോൾ പ്രിസോയി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ പ്രൊഡക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് പ്ലെയിൻ സർക്കുലറി ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അന്ന് ആ ഒരു ഇക്വേഷൻസ് ഓർത്തിരുന്നില്ലെങ്കിൽ പോലും എന്താണ് കൺസെപ്റ്റ്, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോവുക. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ പ്രൊഡക്ഷൻ അനാലിസിസ് ഓഫ് പ്ലെയിൻ സർക്കുലറി ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. അപ്പൊ നമുക്കത് ഇക്വേഷൻ ബേസ് തന്നെ എഴുതാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ഇക്വേഷന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറക്റ്റ് 15 മാർക്കിലെ 14 മാർക്ക് അടുപ്പിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ പ്രൊഡക്ഷൻ അനാലിസിസ് ഓഫ് പ്ലെയിൻ ആൻഡ് സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. 22-ല് ചോദിച്ചിട്ടുണ്ട്, 21-ലുണ്ട്, 20-ലുണ്ട്, 19, 17. ഓക്കെ, അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ പ്രൊഡക്ഷൻ അനാലിസിസ് ഓഫ് പ്ലെയിൻ സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റൂബി ലേസർ വിത്ത് നീറ്റ് ഡയഗ്രാം. അപ്പോൾ ലേസർ എന്ന ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് റൂബി ലേസർ, മറ്റൊന്ന് ഹീലിയം നിയോൺ ലേസർ. അപ്പോൾ ഒന്നുകിൽ ഹീലിയം നിയോൺ ലേസർ ആണ്, അല്ലെങ്കിൽ എന്താണ് റൂബി ലേസറിന്റെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബാക്കി ലേസർ ടൈപ്സ് ഉണ്ട്. നമുക്ക് സെമി കണ്ടക്ടർ ഉണ്ട്, ഡൈ ലേസർ ഉണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു റൂബി ലേസറും അതുപോലെ തന്നെ ഹീലിയം നിയോൺ ലേസറും ആണ്. പലതവണ ഇപ്പോൾ ഹീലിയം നിയോൺ ചോദിച്ച സമയത്ത് റൂബി ചോദിച്ചിട്ടില്ലായിരിക്കും, ഇത് ചോദിച്ച സമയത്ത് മറ്റേ ചോദിച്ചിട്ടില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ലേസർ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ റൂബി ലേസർ ആയാലും ഹീലിയം നിയോൺ ലേസർ ആയാലും വർക്കിംഗ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ആക്റ്റീവ് മീഡിയം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഇത് എത്ര ലെവൽ ലേസർ ആണെന്ന് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഡയഗ്രാം വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാലേ നമുക്ക് ലേസർ എന്ന ചാപ്റ്ററിൽ എസ്ഐ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റൂബി ലേസർ വിത്ത് നീറ്റ് ഡയഗ്രാം. ആദ്യം എന്താണ് ലേസർ എന്ന് കൊടുക്കുക, അതിനുശേഷം റൂബി ലേസർ എന്ന് പറയാൻ കാരണം എന്താണ് റൂബി ലേസർ എന്ന് കൊടുക്കുക, പിന്നെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് എത്രയാണെന്ന് മെൻഷൻ ചെയ്തിരിക്കുക. ദെൻ എന്ത് ചെയ്യുക, ഇതിന്റെ ഡയഗ്രാം, ദെൻ ഡയഗ്രത്തിന്റെ ഓരോ എക്സ്പ്ലനേഷൻ, വർക്കിംഗ് എന്താണ്, ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്. അപ്പോൾ ഇത്രയാണ് റൂബി ലേസർ എന്ന് പറയുന്നത്. ഹൈ കോസ്റ്റ് ആണ്, പക്ഷേ ഹീലിയം നിയോൺ ലേസർ അത്രയും കോസ്റ്റ് ഇല്ല. നമുക്ക് ലാബിലും നമ്മുടെ പ്രാക്ടിക്കൽ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീലിയം നിയോൺ ലേസർ ആയിരിക്കും. ഇപ്പോൾ റൂബി ലേസർ കുറച്ചുകൂടി എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, 22, 21, 17 ഈ 3 വർഷം ചോദിച്ച ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റൂബി ലേസർ വിത്ത് നീറ്റ് ഡയഗ്രാം. നെക്സ്റ്റ് വരുന്ന എക്സ്പ്ലെയിൻ ദ പൾസ് ഡിസ്പേർഷൻ ഇൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അപ്പോൾ പൾസ് ഡിസ്പേർഷൻ അറിയാം, നമുക്കിപ്പോൾ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഔട്ട്പുട്ട് സൈഡിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടുത്തെ സിഗ്നൽസ് ബ്രോഡൻ ആയിപ്പോ അല്ലെങ്കിൽ ഡിസ്പേർഷൻ സംഭവിക്കാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഒരു പൾസ് ഡിസ്പേർഷൻ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലും ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ബേസിസിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. എന്നാലും എന്ത് ചെയ്യുക, ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിട്ടില്ല, 22 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ മാത്രം എന്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, കാരണം ചില ടോപ്പിക്കുകൾ നമ്മുടെ സിലബസിലും തീരെയും കുറച്ചേ തന്നിട്ടുള്ളതായിരിക്കും, നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റുകളിലും തീരെയും കുറവായിരിക്കും. പക്ഷെ അത് ചോദിച്ചിരിക്കുന്ന ചിലപ്പോൾ എസ്ഐ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് മനഃപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകില്ല, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ടാവും, 4 ക്വസ്റ്റ്യൻസ് വരുമല്ലോ അതിനകത്ത്, നമുക്ക് അവിടെ ഒരു ഫർദർ ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ റൂബി ലേസർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് വെച്ച് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും മാർക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യണമെന്നില്ല. കാരണം ഇപ്പോൾ പൾസ് ഡിസ്പേർഷൻ ഒക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് അവിടെ വരില്ലെങ്കിൽ, അല്ലെങ്കിൽ തന്നെ അതിന്റെ തിയറീസ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെ അതിന്റെ തിയറി പഠിക്കേണ്ടി വരും. ഓക്കെ, പൾസ് ഡിസ്പേർഷൻ, മെറ്റീരിയൽ ഡിസ്പേർഷൻ ഒക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അത് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന്റെ തിയറിയും ഇക്വേഷനും ഡെറിവേഷനും ഒക്കെ അറിയാമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡെറിവേഷൻ ഒക്കെ അറിയാമെങ്കിൽ അറ്റൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലത്തെ റൂബി ലേസറോ അല്ലെങ്കിൽ ഈ സർക്കുലർ ഇലക്ട്രിക് പോളറൈസ്ഡ് ലൈറ്റ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോളോഗ്രാംസ്. ഓക്കെ, അപ്പോൾ ഹോളോഗ്രാംസ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റിഫ്ലക്ഷൻ ടൈപ്പും മറ്റൊന്ന് ട്രാൻസ്മിഷൻ ടൈപ്പും ആണ്. അപ്പോൾ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്യണം, എന്താണ് ഹോളോഗ്രാം എന്നൊക്കെ എഴുതുക. എന്താണ് ഹോളോഗ്രാം എന്നൊക്കെ എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോളോഗ്രാം. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോളോഗ്രാംസിൽ ട്രാൻസ്മിഷൻ ടൈപ്പും ഉണ്ട്, റിഫ്ലക്ഷൻ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതിന് പുറമെയാണ് വീണ്ടും വരുന്നത് ട്രാൻസ്മിഷൻ ഹോളോഗ്രാം ഉണ്ട്, എംബോസ്ഡ് ഹോളോഗ്രാം ഉണ്ട്, റിഫ്ലക്ഷൻ ഹോളോഗ്രാം, ഇന്റഗ്രൽ ഹോളോഗ്രാം, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഹോളോഗ്രാം. ഇങ്ങനെ പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. മെയിൻലി നമുക്ക് അവിടെ വരുന്നതിൽ നമുക്ക് പഠിക്കേണ്ടത് രണ്ടും ട്രാൻസ്മിഷൻ ഹോളോഗ്രാം എന്താണ്, റിഫ്ലക്ഷൻ ഹോളോഗ്രാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന്റെ ആ ഒരു തിയറി എന്ത് ചെയ്യുക, അവിടെ എന്താണെന്ന് മെൻഷൻ ചെയ്യുക, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് ഡെറിവേഷൻ നമുക്ക് അവിടെ പഠിക്കാനില്ല. ജസ്റ്റ് ആ ഒരു ട്രാൻസ്മിഷൻ ഹോളോഗ്രാം എന്താണ്, റിഫ്ലക്ഷൻ ഹോളോഗ്രാം എന്താണെന്ന് മാത്രമേ നമുക്ക് അവിടെ ഒരു സിലബസിലും ടെക്സ്റ്റിലും നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, അവിടെ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹോളോഗ്രാം എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണെന്നൊക്കെ ആദ്യം ഒന്ന് എഴുതുക. ഓക്കെ, ഒരു ബേസിക് ഐഡിയ പോലെ എന്താണ് ഹോളോഗ്രാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ഹോളോഗ്രാംസ് എന്ന് എഴുതേണ്ടത്. ഓക്കെ, 22-ലും 21-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോളോഗ്രാംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് എക്സ്പെരിമെന്റ് ടു ഡിറ്റർമിൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ സാധാരണ ലാംഡ നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു ഇക്വേഷൻ, നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ന്യൂട്ടൺസ് ഫസ്റ്റ് പഠിക്കുന്ന ലാംഡ ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. തന്നിട്ടുള്ള ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെയാണ്, എക്സ്പ്ലെയിൻ പ്രൊസീജിയറിൽ അത് തന്നെയാണ്. ഇവിടെ ഇക്വേഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ലാംഡ ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു dn square dn plus m square minus dn square divided by 4mr എന്നാണ് വരുന്നത്. ഇനി ഇത് mu കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, mu ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, which is equal to dn square plus m minus dn square divided by dn plus m minus dn dash square. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ലാംഡ ഡിറ്റർമിൻ ചെയ്ത ഇക്വേഷൻ, അത് എയർ മീഡിയം വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് ഇവിടെ നമുക്ക് ഈ ഒരു dn square plus m നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, dn square plus അടുത്ത ഈ dn plus m dash എന്ന് പറയുന്നത് ഈ സെക്കൻഡിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇത് അവിടെ നമ്മൾ ആ ഒരു ലിക്വിഡ് വെച്ചതിന് ശേഷമുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം എയർ മീഡിയം വെച്ചിട്ട് ഒരു dn square dn plus m square minus dn square ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എയർ മീഡിയം, അപ്പോൾ മ്യൂവിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു നമ്പർ. ഓക്കെ,
അടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ ലിക്വിഡ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇതിലോട്ട് ലിക്വിഡ് പ്ലേസ് ചെയ്യുക. ആ കോൺവെക്സ് ലെൻസിന്റെ ഇടയിൽ ലിക്വിഡ് പ്ലേസ് ചെയ്യുക. കണ്ടുപിടിക്കേണ്ടത് ആ ലിക്വിഡ് വെച്ചിട്ട് ഇതുപോലൊരു വാല്യൂ കിട്ടും. നമുക്ക് ആ ഡയമീറ്ററിന്റെ ഡിഫറൻസ് ഇവിടെ കിട്ടും. ആ ഡിഫറൻസും കൂടി എടുക്കുക. അപ്പോൾ ഇതിന് രണ്ട് റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് മ്യൂവിന്റെ വാല്യൂ കിട്ടും. മ്യൂ ഈസ് ഈക്വൽ ടു dn plus m square minus dn square divided by dn plus m dash square minus dn dash square എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടുത്തെ ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, നമ്മൾ ലിക്വിഡ് ലെൻസ് ന്യൂട്രൺ സ്ട്രിംഗ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ ആദ്യം എഴുതുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്ലേസ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിലാണ് നമുക്ക് മ്യൂവിനോട്ട് വരേണ്ടത്, അല്ലെങ്കിൽ ഇത് മതി, ഈ ലാംഡ ഉള്ള ഈ ഒരു ഇക്വേഷൻ വരെ നമുക്ക് ഇവിടെ മതിയാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th question, derive an expression for the intensity disturbance pattern in a diffraction pattern of a single slit and draw the intensity curve. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആയിട്ട് സിംഗിൾ സ്ലിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, അതിന്റെ ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുക. 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ സെക്കൻഡ് മറ്റേ സിംഗിൾ സ്ലിറ്റ്. അപ്പോൾ ഇതിൽ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ഫോം ചെയ്യുന്നത് അതെല്ലാം എഴുതണം. അടുത്തതിൽ സിംഗിൾ സ്ലിറ്റ് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതിന്റെ ഡെറിവേഷൻ കൂടി അവിടെ കൊടുക്കുക, അതിന്റെ ഡയഗ്രവും ഡെറിവേഷൻസ് കൂടി കൊടുക്കുക. 21 ചോദിച്ചത് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ മാത്രമാണ്. അടുത്ത് 18 സമയത്ത് അതിൽ സിംഗിൾ സ്ലിറ്റിന്റെ കൂടി പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, 8 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റെക്കോർഡിംഗ് ഹോളോഗ്രാം ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇമേജ്. ഓക്കെ, ഇപ്പോൾ ഹോളോഗ്രാഫി ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് റെക്കോർഡിംഗ്. ഇപ്പോൾ ഹോളോഗ്രാം എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഇമേജ് എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം. റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്ത് ചെയ്യണം, അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഡിസ്കസ് ഹൈജീൻസ് എക്സ്പ്ലനേഷൻ ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ ഇൻ എ യൂണിആക്സിയൽ ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൈജീൻസ് അസംഷൻ, നമ്മുടെ ആ ഒരു പോളറൈസേഷൻ എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ ഈറയും ഓറയും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹൈജീൻസിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 18 ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു നോട്ട്സിലൊക്കെ ഈ ഒരു ഡബിൾ റിഫ്രാക്ഷൻ ഇതിൽ യൂണിആക്സിയൽ ക്രിസ്റ്റലിൽ ഹൈജീൻസ് എക്സ്പ്ലനേഷൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇൻ കേസ് നിങ്ങൾക്ക് എഴുതാൻ അറിയാമെങ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതുക. അല്ല നമ്മുടെ ആ ഒരു തീരെയും കുറച്ചുള്ള ടോപ്പിക്ക് മാത്രം എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യല്ലേ, പോവല്ലേ, കാരണം അത് മാർക്ക് അത്രയും കുറച്ചേ തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അവർ വേറെ എസ്സേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മനസ്സിലായോ? വേറെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൈജീൻസ് എക്സ്പ്ലനേഷൻ ഓഫ് ഡബിൾ റിഫ്രാക്ഷൻ ഇൻ യൂണിആക്സിയൽ ക്രിസ്റ്റൽ. പോളറൈസേഷൻ ചാപ്റ്റർ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഡബിൾ റിഫ്രാക്ഷൻ ഫിനോമിന, അതായത് ഈറയും ഓറയും ഒക്കെ വരുന്ന ഒരു റിഫ്രാക്ഷൻ ഫിനോമിന നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഹൈജീൻസ് എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഹൈജീൻസ് എക്സ്പ്ലനേഷൻ എന്ന ടോപ്പിക്ക് ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് കുറച്ചുകൂടി എന്താണ് ഈ ഈറ എന്താണ് ഓറ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു യൂണിആക്സിയൽ ക്രിസ്റ്റലിൽ ഈറയും ഓറയൊക്കെ ഫോം ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം, അവിടെ ഹൈജീൻസിന്റെ എക്സ്പ്ലനേഷൻ കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ, ബ്രീഫ്ലി ഡിസ്കസ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഹീലിയം നിയോൺ ലേസർ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹീലിയം നിയോൺ ലേസർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ നമ്മൾ ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ ഒന്ന് കൊടുത്താൽ മതി. അതൊരു 5 മാർക്കിന് രീതിയിൽ എന്ത് ചെയ്യുക, എഴുതുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഹീലിയം നിയോൺ ലേസർ അവിടെ എഴുതേണ്ടി വരും 10 മാർക്കിന്. അപ്പോൾ ഹീലിയം ലേസറിൽ അവരുടെ ഡയഗ്രം ചോദിച്ചിട്ടില്ല. ഇൻ കേസ് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, അവിടെ ലേസറിന്റെ ഡയഗ്രം എന്ത് ചെയ്യണം, അവിടെ വരയ്ക്കണം. അപ്പോൾ ഒപ്റ്റിക്കൽ റെസൊണേറ്ററിന് ഒരു ഡയഗ്രം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതും കൂടി അവിടെ വരയ്ക്കുക. ദെൻ അവിടെ എന്ത് ചെയ്യുക, ഹീലിയം നിയോൺ ലേസറിന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും ബാക്കി ഡയഗ്രം കൂടി ഇൻക്ലൂഡ് ചെയ്യുക. 18 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഹീലിയം നിയോൺ ലേസറും റൂബി ലേസറും ഒക്കെ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ തിയറി of interference fringes using Young's double slit experiment. Okay, Young's double slit experiment explanation ചോദിക്കുന്നത് 17 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, ഡെറൈവ് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്. ലേസർ എന്ന ചാപ്റ്റർ ബന്ധപ്പെട്ട് വരുന്നതാണ് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഡെറിവേഷൻ. അപ്പോൾ നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാറുണ്ട്. അപ്പോൾ ഡെറിവേഷൻ സിമ്പിൾ ആണ്, പക്ഷേ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. സ്റ്റിമുലേറ്റ് എമിഷൻ, സ്റ്റിമുലേറ്റ് അബ്സോർപ്ഷൻ ഉണ്ട്, സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് A21 B21 B12. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് എഴുതി എന്താണ് അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിന എന്താണെന്ന് കൂടി അവിടെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ആദ്യം ലേസർ എന്താണ് കൊടുക്കുക, അപ്പോൾ എങ്ങനെയാണ് ഈ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് കൊണ്ടുവന്നത്,
എന്താണ് ടേംസ്, എന്താണ് അവിടുത്തെ കണ്ടീഷൻസ് കൊടുക്കുക. then അവിടെ ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ എങ്ങനെ അച്ചീവ് ചെയ്യുന്നത് കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. വെറുതെ ഡെറിവേഷൻ മാത്രം എഴുതി വെച്ചാൽ 15 മാർക്ക് കിട്ടത്തില്ല, ഒരു 10 മാർക്ക് അടുപ്പിച്ച് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലത്തെ പോയിന്റ്സ് കൂടി, അഡീഷണൽ പോയിന്റ്സ് കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ബിറ്റ്വീൻ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ്. 23 ചോദിച്ചാണ്. then എന്താണ് ഇൻഡഫറൻസ് ഫ്രിഞ്ചസ് എന്ന് 21ലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ്, എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ന്യൂട്ടൺ സ്ട്രിംഗ്. അപ്പോൾ ന്യൂട്ടൺ സ്ട്രിംഗിന്റെ വർക്കിംഗ് എന്താണ്, അവിടെ നമുക്ക് ആ ഒരു എയർ ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു, അപ്പോൾ അതിന്റെ ആ ഒരു ഇൻഡഫറൻസ് കണ്ടീഷൻസും ബാക്കിയൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുക്കണം. എങ്ങനെയാണ് ന്യൂട്ടൺ സ്ട്രിംഗ് അവിടെ വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഫിനോമിന, അല്ലെങ്കിൽ എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഇത് ന്യൂട്ടൺ സ്ട്രിംഗിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഒരു ലോവർ സർഫസിൽ നിന്ന് അപ്പർ സർഫസിലോട്ട് എന്ത് ചെയ്യും, അത് നമ്മുടെ ആ ഒരു ഗ്ലാസ് മീഡിയത്തിൽ നിന്ന്, ഓക്കെ, നമ്മൾ ആ ഒരു ഗ്ലാസ് വെക്കും, അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് വെക്കും. അപ്പോൾ അവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ അതിന്റെ ആ ഒരു ഇന്റർഫറൻസ് പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂട്ടൺ സ്ട്രിംഗ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സർക്കുലർ ഷേപ്പ് കിട്ടാൻ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസ് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്, എന്ത് ചെയ്യും, അവിടുത്തെ ആ ഒരു സർക്കുലർ ഷേപ്പ് അവിടെ മാറും, നമുക്ക് വേണമെങ്കിൽ ഇലിപ്റ്റിക്കൽ ഷേപ്പ് കിട്ടും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളും കൂടെ പഠിക്കേണ്ടത് ന്യൂട്ടൺ സ്ട്രിംഗ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തുകൊണ്ട് സർക്കുലർ ഷേപ്പ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ന്യൂട്ടൺ സ്ട്രിംഗിന്റെ കണ്ടീഷൻ, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കൊടുക്കുക. 23 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഫ്രെൻസൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫ്രാക്ഷൻ. ഓക്കെ, അടുത്ത എന്താണ് ഹാഫ് ഫീൽഡ് സോൺസ്. അപ്പോൾ നമ്മുടെ ഫ്രെൻസൽ പ്രിൻസിപ്പിൾ എഴുതുക, കണ്ടീഷൻ എഴുതുക, then എന്താണ് അവിടുത്തെ ഹാഫ് ഫീൽഡ് സോൺ, എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാഫ് ഫീൽഡ് കൺസെപ്റ്റ് എങ്ങനെയാണ് ഫ്രെൻസൽ കൊണ്ടുവന്ന്, അതൊക്കെ എന്ത് ചെയ്യണം, അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു കോൺവെക്സ് ലെൻസ് ബി യൂസ്ഡ് ഇൻ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. ഇപ്പോൾ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫ്രെൻസൽ ഡിഫ്രാക്ഷനിൽ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇത് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ വരുന്ന ലൈറ്റ് റേസിന് എന്ത് ചെയ്യണം, ഈ ഒരു ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനിൽ നമുക്ക് എത്തുന്ന ലൈറ്റ് റേസിനെ പ്ലെയിൻ പോളറൈസ്ഡ് ആക്കണം. ഒരു സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്, അതിനെ പ്ലെയിൻ പോളറൈസ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യും, കോൺവെക്സ് ലെൻസിൽ അവിടെ യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ ദ റീസൺ ബിഹൈൻഡ് ദ സെൻട്രൽ മാക്സിമ ഡ്യൂ ടു ദ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്. ഓക്കെ, അപ്പോൾ അതിന്റെ ആ ഒരു സെൻട്രൽ മാക്സിമയുടെ കണ്ടീഷൻ നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ഒന്നുകൂടി നോക്കുക. 23 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ദ റീസൺ ബിഹൈൻഡ് ദ സെൻട്രൽ മാക്സിമം ഡ്യൂ ടു ദ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഡിനറി റേ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി റേ. ഓക്കെ, ഓ റേ അല്ലെങ്കിൽ ഇ റേ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പോളറൈസേഷൻ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡബിൾ റിഫ്രാക്ഷൻ ഫിനോമിന വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓർഡിനറി റേ, അപ്പോൾ അതിന്റെ ആ ഒരു വെലോസിറ്റി ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ഓർഡിനറി റേ ഫോം ചെയ്യുന്നു, എന്താണ് എക്സ്ട്രാ ഓർഡിനറി റേ, അപ്പോൾ ഇവിടെ കമ്പാരിസൺ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്ത് ചെയ്യണം, അവിടെ എഴുതണം. 23 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നിക്കോൾ പ്രിസം ആൻഡ് വർക്കിംഗ്. അപ്പോൾ നിക്കോൾ പ്രിസത്തിന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ അല്ല, എന്നിരുന്നാലും നമ്മൾ ഏകദേശം എന്ത് ചെയ്യുക, അറിയുന്ന ടോപ്പിക്സ് ഒക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ നിക്കോൾ പ്രിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിക്കോൾ പ്രിസം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, ഷേപ്പ് എന്താണ്, അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യണം, അതവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ എങ്ങനെയാണ് നിക്കോൾ പ്രിസം ഒരു പോളറൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതാണ് അവിടെ വർക്കിംഗ് ചോദിച്ചിരിക്കുന്നത്. 23 സ്ട്രക്ചർ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ 21 എങ്ങനെ ചോദിച്ചിരുന്നു, ആ ഒരു വർഷത്തിൽ അവിടെ അതിന്റെ വർക്കിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ നിക്കോൾ പ്രിസം ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ വർക്കിംഗ് കൂടി അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു അഡീഷണൽ പോയിന്റ്സ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾ എഴുതി നിക്കോൾ പ്രിസത്തിന്റെ സ്ട്രക്ചർ എഴുതിയ സമയത്ത് അവിടെ ഒരു 1.5 മാർക്ക് എഴുതാൻ തോന്നിയിട്ടുള്ളൂ എങ്കിലും നമ്മൾ വർക്കിംഗ് കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഹാഫ് മാർക്ക് കൂടി ഇട്ട് കംപ്ലീറ്റ് 2 മാർക്ക് അവിടെ തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അറിയാന്നുള്ളവർ എന്ത് ചെയ്യണം, അതുകൂടി അവിടെ ചെറുതായിട്ട് ഒന്ന് ബ്രീഫ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ്ഡ് ഇൻ സെമി കണ്ടക്ടർ ലേസർ. അടുത്ത് അതിന്റെ കൂടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വർക്കിംഗ് എങ്ങനെയാണ്. അപ്പോൾ സെമി കണ്ടക്ടർ ലേസറിൽ എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ വരുന്നത്, നമുക്ക് അവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സെമി കണ്ടക്ടറിൽ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നു, അതിൽ എന്തൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് എന്തൊക്കെ ആക്റ്റീവ് മീഡിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, അപ്പോൾ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ഉണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് വർക്കിംഗ് കൂടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം വേണം എന്ത് ചെയ്യാം, അവർക്ക് സെമി കണ്ടക്ടർ ലേസറിന്റെ അവിടെ ഡൈ ലേസർ ചോദിക്കാം. മനസ്സിലായോ, ഡൈ ലേസർ ചോദിക്കാം. അപ്പോൾ ഡൈ ലേസറിന്റെ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം, അതിന്റെ വർക്കിംഗ് എന്താണ്. അപ്പോൾ ഡൈ ലേസറിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കളർ വേഗം ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൈയുടെ കോമ്പോസിഷൻ മാറ്റി കഴിഞ്ഞാൽ സ്റ്റാൻഡിൻ ഡൈയും റെഡമിൻ 6G ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ കോമ്പോസിഷൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കളർ എന്ത് ചെയ്യാൻ പറ്റും, വേരി ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ പിന്നെ ചീപ്ലി അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പോപ്പുലേഷൻ ഇൻവേർഷൻ എങ്ങനെ അച്ചീവ് ചെയ്യുന്നു, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ലേസറിന്റെ വർക്കിംഗ് എന്താണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ ഇത് അറിയാലോ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ രണ്ടെണ്ണം എഴുതി വെച്ചാൽ പോലെ ഒരു 5 or 6 അഡ്വാൻറ്റേജസ്. ഓക്കെ, ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, അങ്ങനെ പല അഡ്വാൻറ്റേജസ് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 23-ലുണ്ട്, 21 ചോദിച്ചിട്ടുണ്ട്, 19-ലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പയർ ഫ്രൻസൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 പോയിന്റ്സ് അല്ലെങ്കിൽ 5 പോയിന്റ്സ് ഒക്കെ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതണം. ആ ഡിഫറൻഷിയേറ്റ് വന്നിട്ടില്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ പറയുന്നുണ്ട് എന്താണ് ഫ്രൻസൽ ഡിഫ്രാക്ഷൻ, എന്താണ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. അവിടെ ഈ ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്ന കാര്യവും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ്, മറ്റേത് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യണം അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിക്കാണ് അവിടെ കമ്പാരിസൺ എഴുതണം. പറ്റുമെങ്കിൽ അവിടെ ഫിഗർ കൂടി എന്ത് ചെയ്യണം അവിടെ വരയ്ക്കുക. ഇപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെ 2 സെന്റൻസ് എഴുതിയാൽ മതി. +2 ലെവൽ വരെയാണ് അങ്ങനെ വരുന്നത്. നമുക്ക് ഡിഗ്രി ലെവൽ ആവുന്ന സമയത്ത് 2 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ അവിടെ 1 മാർക്കോ അര മാർക്ക് ഇടുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, കൂടുതൽ പോയിന്റ്സ് അവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി. അപ്പോൾ മാർക്ക് നോക്കിയിട്ടൊന്നല്ല എന്ത് ചെയ്യുക, നമുക്ക് അറിയുന്ന ടോപ്പിക്സ് കാര്യങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈം അവിടെ കിട്ടും. 3 hours എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും അവിടെ നിങ്ങൾക്ക് ടൈം അവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഫ്രൻസൽ ഡിഫ്രാക്ഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് കമ്പാരിസൺ ചോദിക്കുമ്പോൾ ഒരു 5-6 പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക അവിടെ എഴുതുക. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. നമ്മുടെ ഇന്റർഫറൻസ് ചാപ്റ്റർ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. അടുത്ത് കമ്പയർ സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എസ് ഐ ക്വസ്റ്റ്യനിൽ കണ്ടുവരുന്നത് കണ്ടോ. അപ്പോൾ അവിടെ എസ് ഐയുടെ ബേസിൽ എഴുതുക. ഇവിടെ എന്ത് ചെയ്യണം, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ല എങ്കിൽ ഒരു ബ്രീഫ് ആയിട്ടുള്ള കമ്പാരിസൺ രണ്ടും തമ്മിൽ എന്താണ് സോൺ പ്ലേറ്റ് അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസുമായിട്ടുള്ള കമ്പാരിസൺ. അപ്പോൾ ഇവിടെ ഇതില് ശരിക്കും എസ് ഐ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ഷോർട്ട് ആൻസർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഷോർട്ട് ആൻസർ ടൈപ്പിൽ എഴുതാൻ മാത്രം സിലബസ് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എസ് ഐ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മാർക്കിന്റെ ബേസിസിൽ എന്ത് ചെയ്യണം അവിടെ ഇത് എഴുതാനായിട്ടും കൂടി അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഫ്രൻസൽ ഡിഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ പോയിന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ആ പോയിന്റ്സ് ഒരു 6 ഒക്കെ എഴുതുക. ഇനി കമ്പാരിസൺ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇവിടെ ഇത് എസ് ഐ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ആ ഒരു ബേസിസിൽ എന്ത് ചെയ്യുക അവിടെ എഴുതി നിർത്തുക. എന്താണ് സോൺ പ്ലേറ്റ്, എന്താണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇത് 22-ലും 21-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കമ്പയർ സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹാഫ് വേവ് പ്ലേറ്റ്. ഓക്കെ, എന്താണ് ഹാഫ് വേവ് പ്ലേറ്റ്? നമ്മുടെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ചാപ്റ്റർ ടോപ്പിക്കാണ് ഹാഫ് വേവ് പ്ലേറ്റും ക്വാർട്ടർ വേവ് പ്ലേറ്റും. അപ്പോൾ ഇതിന്റെ ബേസിസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം സെക്ഷനിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഹാഫ് വേവ് പ്ലേറ്റിന്റെയും അതുപോലെ തന്നെ ക്വാർട്ടർ വേവ് പ്ലേറ്റിന്റെയും. ഓക്കെ, നെക്സ്റ്റ് വൈ ഒപ്റ്റിക്കൽ പമ്പിംഗ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഗ്യാസ് ലേസേഴ്സ്. ഓക്കെ, ഗ്യാസ് ലേസേഴ്സിൽ എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കൽ പമ്പിംഗ് യൂസ് ചെയ്യാത്തത്? ഈ ഒരു ഗ്യാസ് ലേസേഴ്സിൽ നമ്മുടെ ഒപ്റ്റിക്കൽ പമ്പിംഗ് യൂസ് ചെയ്യാത്തത് കാരണം എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ ഈ ഒരു ഒപ്റ്റിക്കൽ പമ്പിംഗ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും എല്ലാ ആ ഒരു റേസും അല്ലെങ്കിൽ എല്ലാ റേഡിയേഷൻസ് എന്ത് ചെയ്യില്ല, ആ ഗ്യാസ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു സ്പെക്ട്രത്തിന്റെ ഏതെങ്കിലും കുറച്ച് പോർഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ശരിക്കും ആ ഒരു ഗ്യാസ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു എക്സൈറ്റേഷൻ അവിടെ നടക്കില്ല. നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിക്കൽ എക്സൈറ്റേഷൻ എന്ത് ചെയ്യില്ല അവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഗ്യാസ് ഡിസ്ചാർജ് മെത്തേഡ്സ് ആണ്. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആർക്കിംഗ് മെത്തേഡ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി പറയുന്നത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്യാസസ് എന്ത് ചെയ്യുക പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് മാത്രമേ സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് സ്പെക്ട്രത്തിന്റെ സ്മോൾ എമൗണ്ട് ഓഫ് പോർഷൻ മാത്രമേ ഗ്യാസ് മോളിക്യൂൾസ് ഇതിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ അബ്സോർബ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ നോൺ ലീനിയർ പോളറൈസേഷൻ ആണ്. 22 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പോളറൈസേഷൻ ചാപ്റ്റർ ഇതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസർ ബീം. അപ്പോൾ ലേസർ ബീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാലോ, അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ആപ്ലിക്കേഷൻസ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ ലേസർ ബീമിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് എസ് ഐ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യും. ലേസറിന് ചോദിക്കുന്ന സമയത്ത് എസ് ഐ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക അവിടെ പഠിച്ചിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞ എസ് ഐ ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും, ആ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 22-ലും 21-ലും 15-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. 20-ൽ അതിന്റെ ആപ്ലിക്കേഷൻ കൂടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റിയിട്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ലേസർ ബീം എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു 5-6 ആപ്ലിക്കേഷൻസും 5-6 ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുക അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗീവ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. നമ്മുടെ ലാസ്റ്റ് ഫൈബർ ഒപ്റ്റിക്സിന്റെ ലാസ്റ്റ് പഠിച്ച ടോപ്പിക്കാണ് അവിടുത്തെ ബ്ലോക്ക് ഡയഗ്രാം. ആ ഒരു ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ചെയ്യുന്നത്. അതൊക്കെ എന്തുണ്ട്, അവിടെ നമുക്ക് ഒരു ഫൈബർ ഒപ്റ്റിക്സ് ടേബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു ട്രാൻസ്മിറ്റിംഗ് സെക്ഷനിൽ നിന്ന് ഒരു ഡീകോഡർ ഉണ്ടാവും, എൻകോഡർ ഉണ്ടാവും. ഓക്കെ, ട്രാൻസ്മിഷൻ സെക്ഷനിൽ ഒരു എൻകോഡർ ഉണ്ടാവും,
ദെൻ റിസീവിംഗ് സെക്ഷനിൽ എന്താവും, ഒരു ഡീകോഡർ ഒക്കെ ഉണ്ടാവും. ദെൻ അവിടെ അതായത് എന്ത് ചെയ്യണം, ഇലക്ട്രിക് സിഗ്നൽസിനെ ഒപ്റ്റിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുന്നുണ്ട്. ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, അവിടെ വരയ്ക്കുക. ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറയുമ്പോൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ മാത്രം ലേബിൾ ചെയ്താൽ പോരാ, താഴെ എന്ത് ചെയ്യണം, അത് എടുത്തെഴുതണം. എന്തൊക്കെയാണ് ആ ഓരോ ബ്ലോക്സിൽ വരുന്നത്, ആ ബ്ലോക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എൻകോഡർ എന്താണ്, ഡീകോഡർ എന്താണ്, അപ്പോൾ അതൊക്കെ അവിടെ എന്ത് ചെയ്യണം, അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻകോഡർ, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വരും. ദെൻ അവിടെ എന്ത് ചെയ്യുന്നു, ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ, അതായത് ഇലക്ട്രിക് സിഗ്നലിനെ ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സ് സിഗ്നൽസ് ആയിട്ട് മാറ്റുന്ന ഒരു ഇത് വരുന്നുണ്ട്. അതിനകത്ത് ഒപ്റ്റിക്കൽ ഫൈബർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു യൂസ് എ നിക്കോൾ പ്രിസം ആസ് ആൻ അനലൈസർ. എങ്ങനെയാണ് നിക്കോൾ പ്രിസം അനലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ദെൻ അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ നിക്കോൾ പ്രിസത്തിന്റെ വർക്കിംഗ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പോളറൈസേഷൻ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ. നമ്മളവിടെ എസ്എ ക്വസ്റ്റ്യൻ എഴുതിയ പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമില്ല, എന്നാൽ ആ ഒരു ഫിഗർ ഒക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഫിഗർ അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു ബ്രീഫ് ചെയ്ത് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. അപ്പോൾ 22 അതിന്റെ വർക്കിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ദെൻ 20-ലും 18-ലും അതിന്റെ ആപ്ലിക്കേഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ. അപ്പോൾ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്റർ ഇപ്പോൾ 2 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇന്റർഫറൻസ് ഫിനോമിന വെച്ച് വർക്ക് ചെയ്യുന്നതാണ് എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് 2 മാർക്ക് ഒരിക്കലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അവിടുത്തെ ആ ഒരു ഫിഗർ ഒന്ന് വരയ്ക്കുക, ഇതൊന്ന് ബ്രീഫ് ചെയ്ത്, ഓക്കെ, ഒന്ന് ബ്രീഫ് ആയിട്ട് ആ ഫിഗറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ വാട്ട് ആർ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്. ഇവിടെ നമുക്കിപ്പോൾ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഡെറിവേഷന്റെ ആവശ്യമില്ല, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എസ്ഐ ക്വസ്റ്റ്യൻ എന്നുള്ള ഡെറിവേഷന്റെ ആവശ്യമില്ല. എന്നാൽ എന്ത് ചെയ്യുക, ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് എന്താണ്, എയും ബിയും എന്താണ്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്, അബ്സോർപ്ഷൻ എന്താണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ ടേംസ് ഒക്കെ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 21-ലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ക്രിസ്റ്റൽസ്, ഗീവ് ദ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈറയുടെയും ഓറയുടെയും വെലോസിറ്റിയെ ബന്ധപ്പെട്ടാണ് നമ്മൾ പോസിറ്റീവ് ക്രിസ്റ്റൽസ് എന്ന് നെഗറ്റീവ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ബേസിസിൽ എന്താണ് പോസിറ്റീവ് ക്രിസ്റ്റൽസ് എന്നും നെഗറ്റീവ് ക്രിസ്റ്റൽസ് എന്നും കൊടുക്കുക. ദെൻ അവിടുത്തെ അതിന്റെ എക്സാമ്പിൾസ്, ഓക്കെ, കോഡ്സ് ക്രിസ്റ്റൽസ് ഒക്കെ എക്സാമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നോക്കുക നോട്ട്സിൽ. അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 21-ലും 20-ലും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ നെഗറ്റീവ് ക്രിസ്റ്റൽസ്, വാട്ട് ആർ പോസിറ്റീവ് ക്രിസ്റ്റൽസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് നോട്ട്സ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോളോഗ്രാഫി. നേരത്തെ എസ് ഐ ക്വസ്റ്റ്യൻ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോളോഗ്രാഫി, ട്രാൻസ്മിഷൻ ടൈപ്പ് ഉണ്ട്, റിഫ്ലക്ഷൻ ടൈപ്പ് ഉണ്ട്, അതുപോലെ ട്രാൻസ്മിഷൻ റിഫ്ലക്ഷൻ ടൈപ്പ് ഉണ്ട്. അതുകൂടാതെ തന്നെ വേറെ കുറച്ച് ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആദ്യം ട്രാൻസ്മിഷൻ ടൈപ്പും റിഫ്ലക്ഷൻ ടൈപ്പും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ വേറെ പറഞ്ഞ 2-3 എംബോസ്ഡ് ഹോളോഗ്രാം, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഹോളോഗ്രാം, അപ്പോൾ അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കൗഷീസ് ആൻഡ് ഹാർട്ട്മാൻ ഡിസ്പേർഷൻ ഫോർമുല. നമ്മുടെ ഡിസ്പേർഷൻ എന്ന ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക് ആണ്. അപ്പോൾ ഡിസ്പേർഷൻ ചാപ്റ്ററിൽ ശരിക്കും നിങ്ങൾക്ക് സിലബസിനകത്ത് ടൈറ്റിൽസ് തന്നിട്ടില്ല, എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ് ഈ ഒരു കൗഷീസ് ഡിസ്പേർഷൻ ഫോർമുല, ഹാർട്ട്മാൻ ഡിസ്പേർഷൻ ഫോർമുല. അപ്പോൾ ഇത് ആ ഒരു ടോപ്പിക്സിലെ നോട്ട്സ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്സ് പഠിക്കുക. നമ്മളിപ്പോൾ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എസ് ഐ ക്വസ്റ്റ്യൻസ് ഒന്നും ആ ചാപ്റ്ററിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല. ഞാൻ ഇതുപോലത്തെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ചാപ്റ്റർ ചില കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും, ചിലത് പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് ചെയ്യേണ്ട. കാരണം നമുക്കിപ്പോൾ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും ബാക്കി ചാപ്റ്റേഴ്സ് നമുക്കവിടെ ഉണ്ട്. ബാക്കി എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 21-ല് ആണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കി വേറൊരു സമയത്തൊന്നും വലുതായിട്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് എസ് ഐ ക്വസ്റ്റ്യനോ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. പ്രോബ്ലം സെക്ഷനിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും വരാം. ഓക്കെ, ഇത് 21-ലെന്ന് വെച്ചാൽ കോവിഡ് ടൈമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ആ ടോപ്പിക്സ് അവരോട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്ക് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇൻ കേസ് പഠിപ്പിച്ചിട്ടില്ല നല്ലതായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ആർ ദ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഹോളോഗ്രാഫി. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഹോളോഗ്രാഫി എന്ത് ചെയ്യാം, നമുക്ക് സ്കാനിങ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബോഡി ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഡെമോൺസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആ പുറത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഹോളോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാടായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ഇന്റേണൽ കോർണിയ അതിനകത്തേക്കുള്ള ആ ഒരു സ്കാനിങ്ങിനും അതുപോലെ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോളോഗ്രാഫി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടിക്കൽസിന് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇന്റേണൽ ഓർഗൻ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിലോ അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാം, അല്ല അതിന്റെ എന്തെങ്കിലും റെക്കോർഡിങ്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഹോളോഗ്രാഫി യൂസ് ചെയ്യാം. ദെൻ ഫോറൻസിക് സയൻസിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോളോഗ്രാഫി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മെഡിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് വരുന്നത്.
അപ്പോൾ അത് സെക്യൂരിറ്റി പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി ആപ്ലിക്കേഷൻസ്, ഹോളോഗ്രഫി സെക്യൂരിറ്റി കാർഡ്സും അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്റർടൈൻമെന്റ് പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട് ഹോളോഗ്രഫി. അങ്ങനെ പല ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അവിടെ മെഡിക്കൽ ആപ്ലിക്കേഷൻ എടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുമായി മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട വരുന്ന ആപ്ലിക്കേഷൻസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ റിക്വയർമെന്റ് ഓഫ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. അപ്പോൾ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലേസറിനകത്ത് വരുന്ന ടോപ്പിക് തന്നെയാണ്. നമുക്ക് അവിടെ ലേസറിൽ തന്നെ നമുക്ക് നോൺ ലീനിയർ ഒപ്റ്റിക്സ് എന്നൊരു ടോപ്പിക് കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഒരു സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ ശരിക്കും നടക്കണമെങ്കിൽ അവിടെ ഫേസ് നമ്മൾ എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ മെയിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ബേസിൽ സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ എങ്ങനെ വരുന്നു, എന്താണ് സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ, എന്താണ് SHG, എന്താണ് നോൺ ലീനിയർ ഒപ്റ്റിക്സ്, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അവിടെ എന്ത് ചെയ്യുക, എന്താണ് നോൺ ലീനിയർ ഒപ്റ്റിക്സ്, ആ ഒരു കാര്യമൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഫേസ് നമ്മൾ എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം. ദാറ്റ് ഫേസ് ഓഫ് ദ ഫീൽഡ് അറ്റ് ഒമേഗ നീഡ്സ് ടു ബി മാച്ച്ഡ് വിത്ത് ദ ഫേസ് അറ്റ് 2 ഒമേഗ. ഓക്കെ, ഒമേഗ എന്ന ഫേസ് 2 ഒമേഗ ഫേസുമായിട്ട് എന്ത് ചെയ്യണം, ഓക്കെ, ഫീൽഡിന്റെ 2 ഒമേഗ ഫേസുമായിട്ട് അവിടെ മാച്ച് ചെയ്യണം. Okay, അതാണ് അവിടുത്തെ സെക്കൻഡ് ഹാർമോണിക് ജനറേഷന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നോർമൽ ആൻഡ് അനോമലസ് ഡിസ്പേർഷൻ. അപ്പോൾ നമ്മുടെ ആ ഒരു തേർഡ് ചാപ്റ്റർ ഡിസ്പേർഷൻ ചാപ്റ്റർ വരുന്നതാണ്. അപ്പോൾ നോർമൽ എന്താണ്, അനോമലസ് ഡിസ്പേർഷൻ എന്താണെന്ന് അവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. അതാണ് അവിടുത്തെ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ മീനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നോർമൽ ആൻഡ് അനോമലസ് ഡിസ്പേർഷൻ. ഇപ്പോൾ ഡിസ്പേർഷൻ എന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. 21 മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോർമൽ ഡിസ്പേർഷൻ എന്താണ്, അനോമലസ് ഡിസ്പേർഷൻ എന്താണ്. ഓക്കെ, അടുത്ത, draw the intensity distribution curve of the interference pattern. അറിയാലോ നമുക്ക് ആ ഒരു ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് 23 20 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് ദ ഇന്റർഫറൻസ് പാറ്റേൺ. ഓക്കെ, സെൻട്രൽ മാക്സിമയും ഫസ്റ്റ് ഓർഡർ മാക്സിമം, സെക്കൻഡ് ഓർഡർ മാക്സിമം, അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എന്ത് ചെയ്യുക, അവിടെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കുക. Then secondly, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ ബൈ എനി ഡയഗ്രാം. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഇവിടെ ബാക്കിയും ചോദിച്ചില്ല, സ്റ്റിമുലേറ്റഡ് എമിഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ആദ്യം അബ്സോർപ്ഷൻ എങ്ങനെ വരുന്നു എന്ന് വരയ്ക്കുക. അടുത്ത് സ്പോണ്ടേനിയസ് ഡീകേ എങ്ങനെ വരുന്നു, അതിനുശേഷം എന്ത് ചെയ്യേണ്ടത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണെന്ന് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടുത്തെ ഡയഗ്രാം അവിടെ വരയ്ക്കുക. എങ്ങനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വരുന്നു, പോപ്പുലേഷൻ ഇൻവേർഷൻ എങ്ങനെ അച്ചീവ് ചെയ്യുന്നു, അതൊക്കെ അവിടെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഇൻഡെക്സ് ആൻഡ് ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡ് ഇൻഡെക്സും കാരണം ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. നമുക്ക് ബേസ്ഡ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രൊഫൈൽ, റിഫ്രാക്റ്റ് കോറിന്റെയും ക്ലാഡിങ്ങിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റെപ്പ് ഇൻഡെക്സും ഗ്രേഡഡ് ഇൻഡെക്സും. അപ്പോൾ അതെന്താണെന്ന് അവിടെ വരയ്ക്കുക. ഇനി ഹൗ ഹോളോഗ്രാം ഈസ് യൂസ്ഡ് ആസ് എ സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ഹോളോഗ്രാഫി നമുക്ക് എങ്ങനെ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും അതിന്റെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആ ഒരു ഹോളോഗ്രാമിന്റെ സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റോറേജ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ ഹോളോഗ്രാഫിൽ നമ്മൾ അവിടെ ഇന്റർഫറൻസ് എന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഫിനോമിന യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സ്റ്റോറേജ് മീഡിയം പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഹോളോഗ്രാമിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിൽ ഒന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഹോളോഗ്രാം എന്താണെന്ന് കുറിച്ച് ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു രീതിക്ക് എന്ത് ചെയ്യണം, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ആൻഡ് ഡിവിഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വേവ് ഫ്രണ്ട് ഡിവിഷൻ, എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ, നമ്മളവിടെ പറയുന്നുണ്ട്. ഡിവിഷൻ ഓഫ് വേവ് ഫ്രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡിന്റെയും ബേസ്ഡ് ആണ് ഇന്റർഫറൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ന്യൂട്ടൺ സ്ട്രിങ്ങിലൊക്കെ വരുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ ആണ്. ദെൻ അവിടെ യങ്സ് ഡബിൾ സ്ലിറ്റിലൊക്കെ വരുന്ന വേവ് ഫ്രണ്ട് ഡിവിഷൻ ആണ്. അപ്പോൾ ആ ഒരു ഡിവിഷന്റെ ബേസിൽ എന്ത് ചെയ്യണം, അവിടെ എങ്ങനെയാണ് വരുന്നത്. ശരിക്കും ആ ക്വസ്റ്റ്യനിൽ കറക്റ്റ് എക്സ്പ്ലെയിൻ ഇന്റർഫറൻസ് ബേസ്ഡ് ഓൺ ദ വേവ് ഫ്രണ്ട് ഡിവിഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ അങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡബിൾ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഡബിൾ ഡിഫ്രാക്ഷൻ ഫിനോമിന ഇറയും ഓറയുടെ പ്രൊഡക്ഷനിൽ വരുന്നതാണ്. നമ്മുടെ പോളറൈസേഷൻ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ന്യൂമറിക്കൽ അപ്പേർച്ചർ. 2 വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ അപ്പേർച്ചർ ഫൈബർ ഒപ്റ്റിക്സ് ആയി വരുന്നതാണ്. ന്യൂമറിക്കൽ അപ്പേർച്ചർ സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ. ഓക്കെ, അക്സെപ്റ്റൻസ് ആംഗിളിന്റെ സൈൻ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എത്രത്തോളം ഒരു ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി, എത്രത്തോളം നമുക്ക് ആ ഒരു ഫൈബർ ഒപ്റ്റിക്സിനകത്ത് ലൈറ്റ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ ന്യൂമറിക്കൽ അപ്പേർച്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഹാഫ് വേവ് പ്ലേറ്റ് ആൻഡ് ക്വാർട്ടർ വേവ് പ്ലേറ്റ്. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല, അവിടെ ഹാഫ് വേവ് പ്ലേറ്റ് മാത്രം ചോദിച്ചിരുന്നു. ഇത് 19 18 ചോദിച്ചത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് എനി 3 ടൈപ്സ് ഓഫ് ലേസർ സിസ്റ്റം. അറിയാലോ 3 ലേസർ സിസ്റ്റം ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം. റൂബി ഉണ്ട്, ഹീലിയം നിയോൺ ലേസർ ഉണ്ട്, അതുപോലെ തന്നെ ഡൈ ലേസർ ഉണ്ട്, സെമി കണ്ടക്ടർ ലേസർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ഉണ്ട്. നമ്മളവിടെ 5 എണ്ണം പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 എണ്ണം എഴുതിയാൽ മതി. അവിടെ എന്ത് ചെയ്യുക, ഡയഗ്രം ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇപ്പോൾ റൂബി ലേസർ എഴുതുക, അതിന്റെ ആക്റ്റീവ് മീഡിയം എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി.
ഹീലിയം ലേസർ എന്തെന്ന് എഴുതുക, അതിന്റെ ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ആക്റ്റീവ് മീഡിയം, എങ്ങനെ എക്സൈറ്റേഷൻ നടത്തുന്നു, അവിടെ എത്ര ഗ്യാഷ്യസ് ലേസർ ആണോ, സോളിഡ് സ്റ്റേറ്റ് ആണോ, ആ ഒരു പി ജംഗ്ഷൻ ആണോ, സെമി കണ്ടക്ടർ ആണോ, ആ ഒരു കാര്യം കൊടുക്കുക. അതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫ് ചെയ്ത് ഓക്കെ 3 ചോദിച്ചിട്ടുണ്ട്, അതനുസരിച്ച് 3 എഴുതുക. ദെൻ ഡൈ ലേസർ കൊടുത്താലും കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക സെമി കണ്ടക്ടർ ലേസറോ ഒക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത നിയോബിയം യാഗ് ലേസർ സിസ്റ്റം കൂടി ഇവിടെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾ സിലബസിലുള്ള ടോപ്പിക്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കുക. ഒരു സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിക്കോൾ പ്രിസം ഇമ്പോർട്ടന്റ് ആണ്, മൈക്രോസൺ ഇന്റർഫെറോമീറ്റർ ഇമ്പോർട്ടന്റ് ആണ്, ന്യൂട്രൺ സ്ട്രിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക്സിൽ വരുന്നതിൽ സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡ് ഇൻഡെക്സ്, ആ രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട്. ലേസർ സിസ്റ്റം, റൂബി ലേസർ, ഹീലിയം അയോൺ ലേസർ, ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് എക്സാമിനേഷന് പോവല്ല. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ മെയിൻലി നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് നോക്കാൻ പോകുന്നത് ക്ലാസിക്കൽ മോഡേൺ ഒപ്റ്റിക്സിലെ പ്രോബ്ലം സെക്ഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് 2023 തൊട്ട് 2017 ക്വസ്റ്റ്യൻസ് നമ്മളോട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നോർമൽ ഡ്രൈവൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിലൊരു കാര്യം പറയേണ്ടത്, നിങ്ങളിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചിട്ട് ഒരിക്കലും പറ്റില്ല. ഇതിന്റെ ഇക്വേഷൻസ് പഠിച്ചിട്ട് പോവുക. അത് ഈ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചോദിക്കണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് വേർഡ്സ് ഒക്കെ മാറ്റി മാറ്റി ചോദിക്കാം. അതായത് ചിലപ്പോൾ ഡാറ്റാസ് ഒക്കെ സെയിം ആയിരിക്കാം, വേർഡ്സ് പറയുന്ന രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാരാമീറ്റർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമീറ്റർ കണ്ടുപിടിച്ച ശേഷം നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ കൊടുക്കുന്നതായിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് എഴുതാൻ ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും ഈ ഒരു ഒപ്റ്റിക്സ് പേപ്പറിലൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഇക്വേഷൻസ് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ദെൻ ഏത് ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് കൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഐഡിയ വേണം. കാരണം ഇപ്പോൾ ബാംഗ്ലൂരിൽ ചോദിക്കുമ്പോൾ അത് ഇന്റർഫറൻസ് ആണോ ഡിഫ്രാക്ഷൻ ആണോ എന്ന കണ്ടീഷനിൽ അവിടെ ഒരു ഇവരല്ല എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് അറിഞ്ഞിരിക്കണം. അതുപോലെ മൈക്രോസൺ ഇന്റർഫെറോമീറ്ററിലെ ലാംഡ ആണോ, ന്യൂട്രൺ സ്ട്രിംഗിലെ ലാംഡ ആണോ, ചിലപ്പോൾ ഒരു മൈക്രോസൺ ഇന്റർഫെറോമീറ്റർ തരണമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് അത് എന്താണ് മീൻ ചെയ്യുന്നത് എന്ത് ചെയ്യണം അവിടെ മനസ്സിലാക്കുക. ബൈപ്രിസം ക്വസ്റ്റ്യൻസ് വരാം, ന്യൂട്രൺ സ്ട്രിംഗിന് ക്വസ്റ്റ്യൻസ് വരാം, ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രോബ്ലം സെക്ഷൻ മെയിൻലി നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറുള്ളത് ഇന്റർഫറൻസ് കണ്ടീഷൻ, ഇന്റർഫറൻസ് ചാപ്റ്ററിൽ ചോദിക്കാം, ഡിഫ്രാക്ഷൻ ചോദിക്കാം. അപ്പോൾ ലേസർ ഇതൊക്കെ തീരെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലം സെക്ഷൻ വല്ലപ്പോഴും ചോദിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക്സിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അക്സെപ്റ്റൻസ് ആംഗിൾ എന്താണ്, ന്യൂമറിക്കൽ അപ്പേഴ്ച്ചർ ക്വസ്റ്റ്യൻസ്, വി നമ്പർ, നമ്പർ ഓഫ് മോഡ്സ്, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, when a thin sheet of transparent material of thickness 5 to 10⁻⁴ centimeter is introduced in the path of one of the interfering beam, the central fringe shift to a position occupied by the fifth fringe. If lambda is equal to 532 nanometer, find the refractive index of the sheet. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ആ ഒരു തന്നിട്ടുള്ള ഷീറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അവിടെ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുള്ള തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നിട്ടുണ്ട് 5 into 10⁻⁴ ആണ്. അതിന് എന്ത് ചെയ്യുക, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. വേവിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഷിഫ്റ്റഡ് ഫ്രം ദ സെന്റർ, ക്യാപിറ്റൽ എന്റെ വാല്യൂ 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് അവിടെ എത്രയാണ്, 5 ആണ്. സെന്റർ മാക്സിമം ചെയ്യുന്നത്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ മ്യൂ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇക്വേഷൻ മ്യൂ മൈനസ് 1 into t is equal to n lambda. അതായത് ഇവിടെ കറക്റ്റ് ഇക്വേഷൻ t is equal to n lambda by mu minus 1 ആണ്. നമുക്ക് ആ ടി തിക്നെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, തിക്നെസ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആണ്, എല്ലാം ഡാറ്റാസ് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്ന 1.532 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടിയത് കറക്റ്റ് ആണ് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഏകദേശം 1 പോയിന്റ് റേഞ്ചിലോ പോയിന്റ് റേഞ്ചിലോ ഒക്കെ ആയിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് വരാറുള്ളത്. ഓക്കെ, പോയിന്റ് റേഞ്ച് അല്ല, 1 പോയിന്റ് ആ ഒരു റേഞ്ച് 1.4 1.5 അങ്ങനെ ആ ഒരു റേഞ്ചസിലൊക്കെ ആയിരിക്കും എപ്പോഴും വരുന്നത്. അപ്പോൾ ഇവിടെ പോയിന്റ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കിട്ടിയ ആൻസർ കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 15.32 എന്ന് ഒരിക്കലും വരത്തില്ല, അല്ലെ 10⁻13 10⁻⁴ ഒരിക്കലും എന്ത് ചെയ്യില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇതിൽ പവർ വരത്തില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കിട്ടിയ ആൻസർ കറക്റ്റ് ആണ് നമുക്ക് അവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇത് വേണം എന്ത് ചെയ്യാം, അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് തിക്നെസ് തരാം. ഇപ്പോൾ കഴിഞ്ഞ ഇത് 2023 ചോദിച്ചതാണ്. അവിടെ നമുക്കിപ്പോൾ മ്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇൻ കേസ് എന്ത് ചെയ്യാം, ഇവിടെ മ്യൂ തന്നതിന് ശേഷം ചിലപ്പോൾ തിക്നെസ് കണ്ടുപിടിക്കാൻ പറയും. മനസ്സിലായോ? അപ്പോൾ അവിടെ ഈക്വേഷൻ എന്ത് ചെയ്യാൻ മതി, ടിയുടെ ഇക്വേഷനിലോട്ട് മാറ്റിയാൽ മതി. ചിലപ്പോൾ തിക്നെസ്സും ഇതെല്ലാം തന്നിട്ട് ലാംഡ ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ഇക്വേഷൻസ് ആണ് അവിടെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത്, പ്രോബ്ലംസ് അല്ല, ഇക്വേഷൻ. കണ്ടോ, ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ അവിടെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡാറ്റയുടെ ബേസിൽ ആ ഒരു ഇക്വേഷൻ അവിടെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തൊരു ബൈപ്രിസത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. A biprism is used to determine the wavelength of the laser interference fringes of 0.4 centimeter with the observed when the source and screen are placed by 80 centimeter.
അപ്പോൾ ഇതില് ബാക്കി ക്വസ്റ്റ്യൻ കൂടി വായിക്കാം. ദ പ്രിസം ഈസ് മേഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഹാസ് ദ ബേസ് ആംഗിൾ ഓഫ് 20 ഡിഗ്രി 20 മിനിറ്റ് ആണ് കേട്ടോ, 20 മിനിറ്റ് ആണ്. ഇറ്റ് ഈസ് kept at 2 cm ഫ്രം ദ സോഴ്സ് ഡിറ്റർമിൻ ദ ലാംഡ. ഇവിടെ ഇപ്പോൾ ബൈപ്രിസം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ബൈപ്രിസം പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് ഈ ഒരു ബേസ് ആംഗിളും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ബൈപ്രിസം എന്ന് എടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ബേസ് ആംഗിൾ ആ ടേംസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ബൈപ്രിസം എക്സ്പെൻഡ് ആണെന്ന് അവിടെ അറിഞ്ഞിരിക്കണം. ബേസ് ആംഗിൾ വേറെ ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ സ്ക്രീനിന്റെയും സോഴ്സിന്റെയും ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ബേസ് ആംഗിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡെഫിനറ്റ്ലി അത് ഒരു ബൈപ്രിസം എക്സ്പെൻഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്താണ്, ദാറ്റ് ഈസ് ഡിറ്റർമിൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ലേസർ. ഓക്കെ, നമുക്ക് ലേസറിന്റെ വേവ് ലെങ്ത് ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ബൈപ്രിസം എക്സ്പെൻഡിലെ ഇക്വേഷൻ എന്താണ്, നമുക്കിവിടെ ബീറ്റയുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ദാറ്റ് ഈസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി ആണ്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ ലാംഡ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു 2 ഇൻറ്റു എ ഇൻറ്റു മ്യൂ മൈനസ് 1 ലാംഡ. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കിപ്പോൾ ഡി ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഡി ആണ് നമുക്ക് അവിടെ ശരിക്കും ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡി കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ബൈപ്രിസം വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് വിർച്വൽ സോഴ്സസ് ഫോം ചെയ്യും. എസ് എന്ന സോഴ്സ് കാണും, അത് S1 ഉം S2 ആയിട്ട് ഫോം ചെയ്യും. അപ്പോൾ S1 S2 സോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഡി എന്ന് പറയുന്നത്, സ്മോൾ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2a ഇൻറ്റു മ്യൂ മൈനസ് 1 ഇൻറ്റു ലാംഡ ആൽഫ എന്ന് പറയുന്നത്. ആൽഫ നമുക്കിവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, പക്ഷേ ആംഗിൾ എന്താണ്, മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മിനിറ്റിലുള്ളതിനെ ഡിഗ്രിയിലോട്ട് മാറ്റണം. ഡിഗ്രിയിലോട്ട് മാറ്റിയതിനു ശേഷം എന്ത് ചെയ്യുക, അതിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുക. 5/180 എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് റേഡിയനിലോട്ട് മാറ്റണം കേട്ടോ. ഡിഗ്രിയിലോട്ട് മാറ്റിയ ശേഷം ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 5/180 ഇവിടെ എന്ത് ചെയ്യണം, ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ദെൻ അവിടെ മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ നമുക്കറിയാം 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആദ്യം ഈ ഒരു ഡി കണ്ടുപിടിക്കുക, ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താലും മതി. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇവിടെ ഡിയുടെ വാല്യൂ ഇവിടെ കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ലാംഡ ഡിറ്റർമിൻ ചെയ്യാം. അപ്പോൾ അവിടെ അത് ഡിയുടെ വാല്യൂ തന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കുക കേട്ടോ. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡിയുടെ വാല്യൂ അവിടെ തന്നിരിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് അവിടെ അറിഞ്ഞിരിക്കും. 3 ഇക്വേഷൻസ് അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ പഠിച്ചു വെച്ചിരിക്കുക. കാരണം ഇത് 2023-ലും 21-ലും 20-ലും ഇതേ ക്വസ്റ്റ്യൻ അല്ല, ചിലപ്പോൾ ക്യാപിറ്റൽ ഡി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ സ്മോൾ ഡി ഡിറ്റർമിൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ലാംഡ ഡിറ്റർമിൻ ചെയ്യാനായിരിക്കും. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് ലാംഡയും ഡിയും ഡിറ്റർമിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് രണ്ടും അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഈ ക്വസ്റ്റ്യൻ അവിടെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in an experiment using 500 nanometer light, the distance between source and the edge is 5 meter, and between the edge and the eyepiece is also 5 meter. Calculate the position of the first 3 maximum in their position. അപ്പോൾ മാക്സിമം പൊസിഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഡിഫറൻസിൽ xn equal to n lambda d by d ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 1 2 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് 3 മാക്സിമസ് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ xn equal to n lambda d by d ആണ്. ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട് 5 മീറ്റർ ആണ്. സ്മോൾ ഡി എന്താണ്, അതും അവിടെ 5 മീറ്റർ ആണ്. ഓക്കെ, എണ്ണം 5 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ സോഴ്സ് ഡിസ്റ്റൻസും അവിടെ ഐപീസ് ഡിസ്റ്റൻസും രണ്ടും എന്ത് തന്നെയാണ്, 5 മീറ്റർ തന്നെയാണ്. അപ്പോൾ n is equal to 1 2 3 കൊടുക്കണം. അപ്പോൾ ആദ്യം xn 1 കൊടുക്കുക, എന്നിന് എന്ത് ചെയ്യും, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0.5 മില്ലിമീറ്റർ നേട്ടം. അടുത്ത് സെക്കൻഡ് മാക്സിമയുടെ വാല്യൂ 1 മില്ലിമീറ്റർ ആണ്. അടുത്ത് തേർഡ് മാക്സിമം എന്താണ്, അത് 1.5 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമിൻ ദ മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ദ ഗ്രേറ്റിംഗ് ടു റിസോൾവ് ദ സോഡിയം D lines of the wavelength 598 nanometer and 598.6 nanometer. നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എത്ര ലൈൻസ് ഉള്ള ഗ്രേറ്റിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ രണ്ട് ലൈൻസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ലൈൻസ് ഈക്വൽ ലാംഡ ബൈ എം ഇൻറ്റു ഡെൽറ്റ ലാംഡ. ഡെൽറ്റ ലാംഡ എന്താണ്, ലാംഡയുടെ വേരിയേഷൻ. ഇപ്പോൾ എം നമുക്ക് അവിടെ 1 എന്ന് കൊടുക്കുകയാണ്, ഓർഡർ നമ്മളോട് 1 എന്ന് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ നമുക്ക് 2 ലാംഡ ഉണ്ട്, അതാണ് ഡെൽറ്റ ലാംഡ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, 589.6 മൈനസ് 589 കിട്ടും. ആ ഡിഫറൻസ് എടുത്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ലാംഡ എന്നിന്റെ വാല്യൂ കിട്ടും n 982 ലൈൻസ് പെർ മില്ലിമീറ്റർ. ഓക്കെ, ഒരു മില്ലിമീറ്ററിൽ 982 ലൈൻസ് അവിടെ എന്ത് വേണം, നമുക്ക് ഉള്ള ഗ്രേഡിങ്സ് യൂസ് ചെയ്താണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, ഇതിനെ കറക്റ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതില് വേവ് ലെങ്ത് ഇതായിരിക്കും മിക്കവാറും. സോഡിയം ലൈൻസ് ആണല്ലോ, സോഡിയം ലൈൻസിന്റെ വേവ് ലെങ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, ഈ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ലൈൻസ് തന്നിക്കാം, ഇനി എത്ര ഒരു വേവ് ലെങ്ത് എത്ര വേണം, ലൈറ്റിന്റെ സോഴ്സിന്റെ വേവ് ലെങ്ത് എത്ര വേണം എന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ഓർഡേഴ്സ് ആർ പോസിബിൾ ഫോർ ദ സ്പെക്ട്ര വിത്ത് എ പ്ലെയിൻ ട്രാൻസ്പെറന്റ് ഗ്രേറ്റിംഗ് ഹാവിംഗ് 15,000 ലൈൻസ് പെർ ഇഞ്ച് when a light of വേവ് ലെങ്ത് 532 നാനോമീറ്റർ ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്
15,000 ലൈൻസ് ആണ് പെർ ഇഞ്ച് ആണ്. അപ്പോൾ പെർ ഇഞ്ച് നമുക്ക് എന്ത് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ബാക്കിയെല്ലാം ഒന്നുകിൽ സെന്റിമീറ്ററിലോട്ടോ മീറ്ററിലോട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈൻസ് ഒക്കെ മിക്കപ്പോഴും സെന്റിമീറ്ററായി ചെയ്യുന്നത്. നമ്മൾ വീണ്ടും അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട, സെന്റിമീറ്ററിൽ ഇട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഹൗ മെനി ഓർഡേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, എത്ര ഓർഡേഴ്സ് അവിടെ പോസിബിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഇഞ്ച് എന്ന് വെച്ചാൽ 2.5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ 15,000 ഡിവൈഡ് ബൈ 2.5 ചെയ്യുക. അപ്പോൾ എന്താവും, അവിടെ 6,000 ലൈൻസ് പെർ സെന്റിമീറ്റർ ആവും. ഓക്കെ, പെർ സെന്റിമീറ്ററിൽ 6,000 ലൈൻസ് ആയിട്ട് മാറും. അടുത്ത് n equal to sin theta by n lambda, നമ്മുടെ ഗ്രേഡിംഗ് ഇക്വേഷൻ ആണ്. n is equal to sin theta by n lambda. അതിൽ sin തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ, sin തീറ്റ മാക്സിമം വാല്യൂ എന്താണ്, 1 ആണ് sin തീറ്റ മാക്സിമം വാല്യൂ. അപ്പോൾ sin തീറ്റ നമുക്ക് 1 എന്ന് കൊടുക്കാം. n max is equal to 1 by n lambda എന്നിട്ട് കൊടുക്കുമ്പോൾ 3.13 എന്ന് കിട്ടും. ഓക്കെ, ഡെസിമൽ വാല്യൂ കിട്ടിയത്, പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് നിയറസ്റ്റ് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, റൗണ്ട് ഓഫ് ചെയ്ത്, കാരണം നമ്മൾ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് 3.13 കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിയറസ്റ്റ് വാല്യൂ ആയിട്ട് അതിനെ റൗണ്ട് ഓഫ് ചെയ്യുക. ഓക്കെ, നമുക്ക് 3 എന്നാണ് കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് എ സൂപ്പർപോസിഷൻ ഓഫ് ടു വേവ്സ്, പ്ലെയിൻ പോളറൈസ്ഡ് വേവ്സ് വിച്ച് ആർ ഔട്ട് ഓഫ് ഫേസ് ബൈ 90 ഡിഗ്രി പ്രൊഡ്യൂസ് എ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ്. ഓക്കെ, അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് അവിടെ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടുന്നതിനെ കുറിച്ചുള്ള ഡെറിവേഷൻ. അപ്പോൾ അവിടെ ഫേസ് ആംഗിൾ π/2 ആയിരിക്കും. 90 ഡിഗ്രിയാണ് ഫേസ് ആംഗിൾ വരുന്നത്. എ ബി നോട്ട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, x² പ്ലസ് y²/b² 1 കിട്ടും. അതെന്താണ്, അതാണ് ഒരു എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് അവിടുത്തെ ജനറൽ ഇക്വേഷൻ ആണ്. ഓക്കെ, നമ്മൾ അവിടെ ആ ഒരു പോളറൈസേഷൻ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഈ ഒരു x²/a² പ്ലസ് y²/b² മൈനസ് 2xy/ab ഇൻറ്റു കോസ് ഡെൽറ്റ എന്ന് കിട്ടുന്നത്. ഓക്കെ, അതിലോട്ടാണ് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ്, രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവ്സ് ആണ്, ഔട്ട് ഓഫ് ഫേസിലാണ് വരുന്നത്. ഓക്കെ, 90 ഡിഗ്രി ആണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 90 ഡിഗ്രി കൊടുക്കുന്ന സമയത്ത് എന്താവും, അത് അവിടെ നമുക്ക് ഒരു എലിപ്സിന്റെ ഇക്വേഷനിലോട്ട് ഫോം ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ലേസർ ചാപ്റ്ററിൽ നിന്നാണ്. ലേസർ ബീം പ്രൊഡ്യൂസ് എ സ്പോട്ട് ഓഫ് 1 millimeter diameter at distance 1 meter while the spot is size is 2 millimeter at 5 meter. അതിന്റെ ഡൈവേർജൻസ്, അതായത് രണ്ട് ഡിസ്റ്റൻസിൽ വെച്ച് നോക്കിയ സമയത്ത് ആ ഒരു സ്പോട്ടിന്റെ ഡയമീറ്ററിന്റെ വേരിയേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മീറ്റർ നോക്കിയപ്പോൾ 1 millimeter ഡയമീറ്റർ ആയിരുന്നു, പക്ഷെ 2 മീറ്റർ ആയ സമയത്ത് 5 meter ഡയമീറ്റർ ആയി മാറി. ഓക്കെ, അപ്പോൾ ശരിക്കും ഡൈവേർജൻസ് ഉണ്ടായി. അപ്പോൾ ഡൈവേർജൻസ് നമുക്ക് ഇക്വേഷൻ ആണ് തീറ്റ a2 മൈനസ് a1, അതായത് നമ്മുടെ അവിടുത്തെ ആ ഒരു ഡിഫറൻസ്, ഡയമീറ്റർ ഡിഫറൻസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡിസ്റ്റൻസുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ ചോദിച്ചിട്ടില്ല, വലുതായി ചോദിച്ചു കണ്ടില്ല. ലേസർ ചാപ്റ്ററിൽ മെയിൻലി നമുക്ക് പ്രോബ്ലം സെക്ഷൻ തീരെയും കുറവാണ്. എന്നാലും ചില സമയത്ത് ചില ഇയർ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡൈവേർജൻസ് തീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് a2 മൈനസ് a1 ബൈ 2 ഇൻറ്റു d2 മൈനസ് d1. വാല്യൂസ് കൊടുക്കുക 0.25 millimeter പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ ഒരു മീറ്ററിൽ 0.25 millimeter ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈബർ ഒപ്റ്റിക്സ് ചാപ്റ്ററിൽ നിന്നാണ്. അവിടെ നമുക്ക് അക്സെപ്റ്റൻസ് ആംഗിൾ ഓഫ് എ ഒപ്റ്റിക്കൽ ഫൈബർ 30 ഡിഗ്രി ആണ്. റിഫ്രാക്ട് ഇൻഡെക്സ് കോർ തന്നിട്ടുണ്ട് 1.5 ആണ്. കാൽക്കുലേറ്റ് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ദ ക്ലാഡിംഗ് ക്രിട്ടിക്കൽ ആംഗിൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ. അപ്പോൾ നമുക്ക് രണ്ട് ഡാറ്റാസ് തന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ക്ലാഡിങ്ങിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് വേണം, ക്രിട്ടിക്കൽ ആംഗിൾ വേണം, ന്യൂമറിക്കൽ അപ്പേർച്ചർ വേണം. അപ്പോൾ അക്സെപ്റ്റൻസ് ആംഗിൾ നമുക്കറിയാം IM ആണ്. അക്സെപ്റ്റൻസ് ആംഗിൾ കാണിക്കുന്നത് 30 ഡിഗ്രി ആണ്. റിഫ്രാക്ട് ഇൻഡെക്സ് N1 കിട്ടിയിട്ടുണ്ട് 1.5 ആണ്. കോറിന്റെ 1.5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂമറിക്കൽ അപ്പേർച്ചറിന്റെ ഇക്വേഷൻ, ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സൈൻ ഓഫ് അക്സെപ്റ്റൻസ് ആംഗിൾ ആണ്. ഓക്കെ, അക്സെപ്റ്റൻസ് ആംഗിളിന്റെ സൈൻ വാല്യൂ ആണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് IM ന്റെ വാല്യൂ അറിയാം, സൈൻ തീറ്റ കൊടുക്കുമ്പോൾ എന്താ 0.5 എന്ന് കിട്ടും. ഇനി അടുത്ത ഇക്വേഷൻ കൊടുക്കുക. സൈൻ IM ന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ന്യൂമറിക്കൽ അപ്പേർച്ചറിന് ഒരു ഇക്വേഷൻ ഉണ്ട്, √ ഓഫ് n1² മൈനസ് n2² ഡിവൈഡ് ബൈ n0 എന്നുണ്ട്. n0 എപ്പോഴും എയർ മീഡിയം ആയിരിക്കും, അത് നമ്മൾ 1 എന്ന് എടുക്കും. അപ്പോൾ സൈൻ IM ന്റെ വാല്യൂ കിട്ടി, √ ഓഫ് n1² മൈനസ് n2² ആണ്. എന്ത് ചെയ്യുക, ഈ റൂട്ടിന് ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ IM എന്നായിട്ട് മാറും. അത് വിച്ച് ഇസ് ഈക്വൽ ടു n1² മൈനസ് n2² എന്നാവും. നമുക്ക് സൈൻസ് IM ന്റെ വാല്യൂ അറിയാലോ, എന്താണ്, അതവിടെ 0.5 ആണ്. അപ്പോൾ 0.5 സ്ക്വയർ എന്താവും, അത് 0.25 ആവും. ബാക്കി വാല്യൂസ് കൊടുക്കുക, അത് നമുക്ക് n2 കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അതവിടെ 2 ആണ്. അപ്പോൾ ഇതിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, സോറി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ ആണ്. ഓക്കെ, n² ആണ് കിട്ടിയ, റൂട്ട് എടുക്കുക. റൂട്ട് എന്താണ്, √2 1.44 ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, ക്ലാഡിങ്ങിന്റെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 1.5 ആണ് ഇവിടെ കോറിൻ്റെത്. അപ്പോൾ ക്ലാഡിങ്ങിന് എന്തായിരിക്കും 1.4 ആയിരിക്കും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ സൈൻ തീറ്റ C ആണ്, which is equal to n2 by n1 ആണ്. n2 നമുക്ക് ഇവിടെ കിട്ടി, n1 നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. സൈൻ ഇൻവേഴ്സ് എടുക്കുക, √ ഓഫ് 1.4941 ഡിവൈഡ് ബൈ 1.5 എന്ന് കിട്ടും. എത്ര കിട്ടുന്നത്, 75 ഡിഗ്രി എന്നാണ് ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ആ ന്യൂമറിക്കൽ അപ്പേർച്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 23 ചോദിച്ചതാണ്, പക്ഷേ ഇത് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത് എക്സ്പെക്ട് ചെയ്യാം, ചിലപ്പോൾ ഇതിൽ N1 തന്നിട്ടില്ലായിരിക്കും.
നമ്മൾ എന്തെങ്കിലും ബാക്കി ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ന്യൂമറിക്കൽ അപ്പേഴ്സ് തന്നിട്ട് ബാക്കി ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ കാണാൻ പഠിക്കുക എന്നല്ല, എന്ത് ചെയ്യുക, കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അതിന് അവിടുത്തെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, എ തിൻ പ്ലെയിൻ ഓഫ് കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 2 meter, refractive index 1.5 is used to form a Newton's ring by reflection with a source wavelength 6 to 8 nanometer. What is the diameter of the 10th bright fringe? 22 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യണം, 10th bright fringe ഡയമീറ്റർ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ dn is equal to root of dn സ്ക്വയർ നമ്മൾ പഠിക്കുന്നത്, dn is equal to root of 2 into 2n minus 1 into lambda r by m എന്ന് കിട്ടും. സോറി, mu എന്ന് കിട്ടും. ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ന്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടില്ലാത്തത്, നമുക്ക് അവിടെ ആറിന്റെ വാല്യൂ തന്നിട്ടില്ല, ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ് 2 മീറ്റർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന റിലേഷൻ ഉണ്ട്, r is equal to 2f ആണ്. ഓക്കെ, r is equal to 2f ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, 2 into 2 മീറ്റർ ചെയ്യുക, 4 മീറ്റർ കിട്ടും. റേഡിയസ് ഓഫ് കർവേച്ചർ, ആ ലെൻസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 4 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ കണ്ട r ആണ് കിടക്കുന്നത്, കണ്ടോ, ഇതിൽ r ആണ് കിടക്കുന്നത്, mu r ആണ് വരുന്നത്. അപ്പോൾ r നമുക്ക് കിട്ടി 2f ആണ്, 4 മീറ്റർ കിട്ടി, ന്റെ വാല്യൂ 1.5 ആണ്. ഇവിടെ എന്ത് ചെയ്യുക, ഇക്വേഷനിൽ കൊടുക്കുക, 7.9 × 10⁻³ മീറ്റർ കിട്ടും. അതാണ് D10ന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, എ ഗ്ലാസ് വെഡ്ജ് ഓഫ് ആംഗിൾ 0.01 radian is illuminated by 500 nanometer light falling normally. At what distance from the edge of the wedge will 10th fringe will be observed by refracted light? നമുക്ക് തീറ്റ ഇവിടെ റേഡിയൻസ് തന്നിട്ടുണ്ട്, കൺവേർട്ട് ചെയ്യേണ്ട. നമുക്കിവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്താണ്, ആ ഡിസ്റ്റൻസ് ആണ് ശരിക്കും ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇവിടെ നേരത്തെ എടുത്ത ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് T is equal to x and theta. T ഇവിടെ thickness ആണ്. അപ്പോൾ thickness is equal to x and theta എന്നാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു thickness ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടുത്തെ ആ ഒരു എയർ ഫിലിമിന്റെ thickness ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഈ ഒരു x and ഇക്വേഷൻ കൊടുത്ത്, ഈ ഒരു ഇക്വേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് x equal to t by theta ചെയ്യാം. കാരണം theta നമുക്ക് അറിയാം. ആദ്യം എന്ത് ചെയ്യുക, thickness എടുക്കുക. അപ്പോൾ thickness എടുക്കാനായിട്ട് മാക്സിമം കണ്ടീഷൻ ഉണ്ട്, 2 meter is equal to n lambda ആണ്. ഓക്കെ, അപ്പോൾ അതിന് t നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. t is equal to n lambda by 2 mu ആണ്. ഇവിടെ ഈ വാല്യൂസ് നമുക്ക് ഉണ്ട്, n 10 ആണ്, lambda അറിയാം 500 നാനോമീറ്റർ ആണ്, 2 into refractive index 1.5 ആണ്. അപ്പോൾ thickness നമുക്ക് അവിടെ 1.6 × 10⁻6 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ thickness ഡിവൈഡ് ബൈ റേഡിയൻ ചെയ്ത് കഴിഞ്ഞാൽ, ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവിടുത്തെ xn വാല്യൂ കിട്ടും. അപ്പോൾ 0.16 മില്ലിമീറ്റർ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരിക്കും, ഇത് ഇൻഡിഫറൻസ് ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, എ 600 nanometer light falls normally on a slit of width 220 micrometer. Calculate the angular position of the first two minima on the either side of the central maxima. അപ്പോൾ സെൻട്രൽ മാക്സിമ രണ്ട് സൈഡ്സിൽ വരുന്ന അതിന്റെ ആംഗുലർ പൊസിഷൻസ് ആണ് നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, നമുക്ക് അവിടെ തീറ്റ വാല്യൂസ് ആണ് ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, സ്ലിറ്റ് സെപ്പറേഷൻ തന്നിട്ടുണ്ട് 2 മൈക്രോമീറ്റർ ആണ്, അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു n lambda by d, ഈ ഒരു ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, അവിടെ ഇതിന്റെ ആ ഒരു ആംഗുലർ സെപ്പറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ n നമുക്ക് അവിടെ അറിയാം, n എന്താണ്, 1 ആണ് ഒന്നാമത്തേൽ. ഓക്കെ, സെൻട്രൽ മാക്സിമം രണ്ട് സൈഡിലുള്ള കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ എന്തായിരിക്കും, ഫസ്റ്റിന്റെ മിനിമം ആയിരിക്കും, അടുത്ത സെക്കൻഡ് മിനിമം ആയിരിക്കും. അപ്പോൾ n നമുക്ക് 2 കൊടുത്താൽ മതി. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു n lambda by d എന്ന് കിട്ടും. അവിടെ നമുക്ക് n നമ്മൾ 1 കൊടുത്തു, ഇവിടെ 0.3 എന്ന് കിട്ടും. സൈൻ തീറ്റ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, 0.3. തീറ്റ എടുക്കാൻ സൈൻ ഇൻവേഴ്സ് 0.3 കിട്ടും, 70.45 ഡിഗ്രി ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, നിങ്ങൾ ഇതിനെ ഡിഗ്രീസിൽ ഇട്ടിരുന്നാൽ മതി, റേഡിയൻസിൽ കൺവേർട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, ഡിഗ്രീസിൽ കൊടുത്താൽ മതി. അടുത്ത ഫോർ സെക്കൻഡ് മിനിമം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു n lambda by d ആണ്. ഇവിടെ n ന്റെ വാല്യൂ 2 ആണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 2 into 600 into 10⁻9 by 2 into 10⁻6 into 0.6 എന്ന് കിട്ടും. സൈൻ തീറ്റയുടെ വാല്യൂ 0.6 ആണ്, തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.6 ആണ്, 36.86 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, find the radius of the first half field zone of a zone plate with a focal length 60 centimeter with 600 nanometer light. നമുക്ക് റേഡിയസ് ആണ് വേണ്ടത് ഫസ്റ്റ് ഹാഫ് ഫീൽഡ് സോണിന്റെ. r is equal to root of f lambda, എന്ന് വെച്ചാൽ അവിടുത്തെ ഫോക്കൽ ലെങ്ത് ആണ് f lambda. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ റേഡിയസ് കർവേച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യണം, റേഡിയസ് കർവേച്ചർ ആണെങ്കിൽ 2f എന്ന ഇക്വേഷൻ r is equal to 2f കൊടുക്കേണ്ടി വരും. ഓക്കെ, റേഡിയസ് കർവേച്ചർ തന്നിട്ടുള്ളെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ കൂടെ ഫോക്കൽ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കൺവേർഷൻ ചെയ്ത് ചോദിക്കാം. ഇവിടെ ഡയറക്റ്റ് എല്ലാം തന്നിട്ടുണ്ട്, 6 × 10⁻4 മീറ്റർ എന്നാണ് ഇവിടുത്തെ റേഡിയസ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, എ ഡയലക്ട്രിക് പ്ലേറ്റ് ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5, ഫൈൻഡ് ദ ബ്രൂസ്ഡ് ആംഗിൾ, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എന്താണ്, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് ബ്രൂസ്ഡ് ആംഗിൾ തന്നിട്ടുണ്ട്, സോറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ബ്രൂസ്ഡ് ആംഗിൾ ആണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രൂസ്ഡ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ബ്രൂസ്ഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു mu എന്ന ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ തീറ്റ ആണ് ശരിക്കും അവിടെ ബ്രൂസ്ഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്രൂസ്ഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട്
ടാൻ തീറ്റ ഈക്വൽ മ്യൂ ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് മ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീറ്റ വാല്യൂ കിട്ടും. അപ്പോൾ തീറ്റ വാല്യൂ കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? തീറ്റ വാല്യൂ കൊടുക്കുന്ന സമയത്ത് തീറ്റയുടെ വാല്യൂ കിട്ടുന്നത് 56.31 ഡിഗ്രി എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ്ലി പോളറൈസേഷൻ നടക്കും. അതാണ് സിഗ്നിഫിക്കൻസ്. ഒരു ലൈറ്റ് റേസ് ബ്രൂസ്റ്റർ ആംഗിൾ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി പോളറൈസേഷൻ നടക്കും. അതാണ് ബ്രൂസ്റ്റർ ആംഗിളിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മളവിടെ സിഗ്നിഫിക്കൻസ് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് കറക്റ്റ് മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ആ സിഗ്നിഫിക്കൻസ് ഒരു മാർക്ക് അവിടെ ഉണ്ടാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഒരു മാർക്ക്, പ്രോബ്ലം ചെയ്യുന്നതിന് ഒരു മാർക്ക്, ദെൻ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കറക്റ്റിന് ഒരു മാർക്ക്, ദെൻ സിഗ്നിഫിക്കൻസ് ഒരു മാർക്ക്. അങ്ങനെ ഇരിക്കുന്നത് 4 മാർക്സ് അവിടെ ഡിവൈഡ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് നോക്കുക, ഇത് ലേസർ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, 22-ലും 21-ലും. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നമ്പർ തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ 821/B21. അപ്പോൾ ശരിക്കും മെയിൻ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഇതാണ്, 8 ലാംഡ h ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ശരിക്കും ഇതിനകത്ത് ഈ ഒരു റിഫ്രാക്റ്റ് ഇൻഡെക്സിന്റെ നമ്പർ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇക്വേഷൻ ഉണ്ട്, h കട്ട് ഇൻറ്റു ന്യൂ ക്യൂബ് n0 ക്യൂബ് ഡിവൈഡ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ന്യൂ ക്യൂബും തന്നിട്ടുണ്ടല്ലോ, ന്യൂ ഈക്വൽ hc ബൈ ലാംഡ. ഓക്കെ, ന്യൂന്റെ വാല്യൂ അറിയാം, hc ബൈ ലാംഡ ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ലാംഡ തന്നിട്ടുണ്ട്, നമുക്ക് സിയും എച്ചും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, കൊടുക്കുന്ന സമയത്ത് 3.736 into 10⁻⁹ കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം ഡാറ്റാസ് ഇവിടെ ഉണ്ട്. n0 എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ക്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രീക്വൻസി ന്യൂവിന്റെ ക്യൂബ് ഉണ്ട്, ഡിവൈഡ് ബൈ പൈ ഇൻറ്റു സി സ്ക്വയർ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പോൾ 821/B21 എന്താ കിട്ടുന്നത്? 1.043 into 10⁻⁷ എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത്. ഓക്കെ, റേഷ്യോസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, 821/B21. ഓക്കെ, next question, at what temperature the rate of spontaneous and simultaneous emissions are equal? Take lambda is equal to 500 nanometer. ഇതും ലേസർ ചാപ്റ്റർ എന്ന് വരുന്നതാണ്. അപ്പോൾ ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്പോണ്ടേനിയസ് ഡിക്കേയും സ്റ്റിമുലേറ്റ് ഡിക്കേയും എന്ത് ചെയ്യുന്നത്? എമിഷനും അത് സെയിം ആവുന്നത് റേറ്റ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറും ഇതുവരെ റിലേഷൻ ഉണ്ട്. നമ്മളോട് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 821/B21 is equal to e raised to minus hc into hc by lambda kt minus 1 എന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ രണ്ട് സൈഡിൽ ലോഗ് എടുത്തു കഴിഞ്ഞാൽ എന്താവും? നമുക്കത് നോർമൽ ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആകുക മീൻസ് എന്താണ്? റേറ്റ് ഈക്വൽ ആകുക മീൻസ് 821 ഈക്വൽ ടു B21 ആവും. അപ്പോൾ 81 ഈക്വൽ ടു B21 ആവുന്ന സമയത്ത് ഇതെന്താവും? ഇതവിടെ 81/B21 അവിടെ 1 ആവും, പിന്നെ ഒരു -1 ഉണ്ട്, അത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്ന സമയത്ത് 1 + 1 2 എന്നായിട്ട് മാറും. അപ്പോൾ അടുത്ത് വീണ്ടും അത് e raised to പവറിലാണ് കിടക്കുന്നത്. രണ്ട് സൈഡിലും ഇതിപ്പോൾ 2 അല്ലേ, ഇവിടെ നമുക്ക് e raised to കിടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ln വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഇത് നോർമൽ നമ്പർ ആയിട്ട് മാറും. ഓക്കെ, ln 2 ആവും, ഇപ്പോൾ സൈഡിൽ e raised to പവർ നോർമൽ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ln 2 കിട്ടി. ln 2ന്റെ വാല്യൂ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുക, കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. അപ്പോൾ -hc by lambda kt ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് വേണ്ടത്, ബാക്കി കേക്ക് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ t is equal to എന്ത് ചെയ്യണം? ഇക്വേഷൻ ഒന്ന് കൺവേർട്ട് ചെയ്യുക. t is equal to -hc by lambda into ln 2 എന്ന് കിട്ടും. അവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ടെമ്പറേച്ചർ ഒക്കെ കിട്ടുന്നത് ഇത്രയും ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കെൽവിൻ സ്കെയിലാണ് ടെമ്പറേച്ചർ കിടക്കുന്നത്. ഈ ഒരു ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഇത് രണ്ടും സ്പോണ്ടേനിയസ് ഡിക്കേയുടെയും സ്റ്റിമുലേറ്റഡ് ഡിക്കേയുടെയും വാല്യൂസ് എന്ത് ചെയ്യുന്നത്? അവിടെ സെയിം ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Microscope interferometer explained with a solid lamp. The distance traveled by the mirror between two successive disappearances 0.289 millimeter. Calculate the difference in the wavelength D lines assuming lambda is equal to 589. Okay, Microscope interferometer ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡെൽറ്റ ലാംഡ നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡെൽറ്റ ലാംഡ സ്ക്വയർ ബൈ 2x ഡിസ്റ്റൻസ് കൊടുത്താൽ മതി. ഡെൽറ്റ വാല്യൂ അറിയാം, എക്സ് ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് 0.289 into 10⁻³ ആണ്. ഓക്കെ, 6.002 into 10⁻10 എന്ന് കിട്ടും. നിയർലി ഈക്വൽ ടു 6 into 10⁻10 മീറ്റർ, അല്ലെങ്കിൽ 6 ആംസ്ട്രോങ് എന്നായിരിക്കും അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ കൊടുത്താൽ മതി. ഇക്വേഷൻ പക്ഷേ ഓർത്തിരിക്കണം, ഡെൽറ്റ ലാംഡയുടെ ഇക്വേഷൻ ആണുള്ളത്. ഓക്കെ, അവിടെ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ആണ്. ഓക്കെ, അതാണ് വരുന്നത്. ഡെൽറ്റ ലാംഡ is equal to lambda square by 2x. Next question, a circularly polarized beam of wavelength 532 nanometers incident on a quartz crystal of thickness 0.0225 millimeter. Determine the state of the polarization emerging beam. Okay, n0 വാല്യൂ, അതായത് ഓറയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈറയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുക, ഫേസ് ഡിഫറൻസിന്റെ ഇക്വേഷൻ ഉണ്ട്, 2π/λ into ne - n0 into d ആണ്. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫേസ് ഡിഫറൻസ് 2.65957 റേഡിയൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് ഡിഫറൻസ് അവിടെ 0 അല്ല, നോൺ 0 ആണ്. സോ അതുകൊണ്ട് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
For what wavelength in the visible region, the Coutts crystal of 0.0515 millimeter, 0.015 millimeter thickness will act as a quarter wave plate given n0 equal to 1.544 and n equal to 1.553. അപ്പോൾ നമുക്കവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് വേവ് ലെങ്ത് റേഞ്ചിലാണ് ഇത് എന്ത് ചെയ്യുന്നത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലാംഡ ഇസ് ഇക്വൽ ടു ടി ഇൻറ്റു 4 ഇൻറ്റു μ0 മൈനസ് μ എന്നാണ് ഇക്വേഷൻ. വേവ് ലെങ്ത് ആണ് നമുക്കിവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ക്വാർട്ടർ വേവ് പ്ലേറ്റിന്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന 540 നാനോമീറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണെങ്കിൽ ക്വാർട്ടർ വേവ് പ്ലേറ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം, ഹാഫ് വേവ് പ്ലേറ്റ് ആണെങ്കിൽ ഹാഫ് വേവ് പ്ലേറ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The internal faces of a biprism make an angle of 1 degree with the base of the prism. The slit is 10 centimeter from the biprism and it is illuminated by the light of lambda 5900 angstrom. Calculate the fringe width observed at the distance of 1 meter from the prism. നമുക്ക് എന്ത് ചെയ്യണം, ബീറ്റയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി ബൈ എന്താണ് സ്മോൾ ഡിയുടെ വാല്യൂ, നേരത്തെ ഞാൻ പറഞ്ഞത് സ്മോൾ ഡി വാല്യൂ ആണ് എന്ത് ചെയ്യുക അതവിടെ കൊടുക്കുക. ഓക്കെ, നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് വീണ്ടും അതിൽ ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ് ആംഗിൾ എന്തെങ്കിലും റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് കൂടെ ബീറ്റ വാല്യൂ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഫൈബർ ഓപ്റ്റിക്സ് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്പർ ഓഫ് മോഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഹാസ് എ കോർ ഡയമീറ്റർ ഓഫ് 2 മൈക്രോമീറ്റർ. ഇറ്റ്സ് ന്യൂമറിക്കൽ അപ്പേർച്ചർ ഇസ് 0.29 and calculate the number of propagating of an operating wavelength of 589 nanometer. അപ്പോൾ നമ്പർ ഓഫ് മോഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് മോഡ്സ് ആണ് വി നമ്പർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, വി നമ്പർ ഇക്വേഷൻ ഉണ്ട് പൈ ഡി ബൈ ലാംഡ 0 ഇൻറ്റു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 ആണ്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് n1 റിഫ്രാക്ട് ഇൻഡെക്സ് തന്നിട്ടില്ല. അപ്പോൾ റിഫ്രാക്ട് ഇൻഡെക്സിന്റെ സ്ക്വയേഴ്സിന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ന്യൂമറിക്കൽ അപ്പേർച്ചർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി നമ്പറിന്റെ വാല്യൂ കിട്ടും 212.12 എന്നാണ് കിട്ടുന്നത് വി നമ്പർ. ഓക്കെ, നമ്പർ ഓഫ് മോഡ്സ് എന്തായിരിക്കും, അതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 22497.7 നമ്പർ ഓഫ് മോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. Next question, how many half wave elements can be obtained for a circular portion of 0.5 centimeter radius which is used with a 500 nanometer light and the point observed is 1 meter away from the zone plate. അപ്പോൾ നമ്പർ ഓഫ് ഹാഫ് വേവ് സോൺസ് ആണ് ചോദിച്ചത്, എന്നാണ് rn സ്ക്വയർ ബൈ d ലാംഡ ആണ്. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എന്ത് ചെയ്യാൻ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ടു 50 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഒപ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2023 തൊട്ട് 2019 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. Best wishes for the examination. We will meet on the next video. Thank you.